ഹായ് മക്കളെ, നമസ്കാരം. ഫാൽക്കണസ് PSCയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാണ്. നമ്മളിപ്പം 10th ലെവല് പ്രിലിമിനറി എക്സാമിന്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം എല്ലാവരും കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെയുള്ള കാര്യം നിങ്ങൾ ഇവിടെ കമന്റ് ചെയ്യണം. ഇനി എക്സാം എഴുതാനുള്ളവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച മാത്സ് ആൻഡ് മെന്റബിലിറ്റി വലിയ പാടൊന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലായിരുന്നു. എന്നാൽ ചിലർക്കൊക്കെ ചില പാടായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കും. കാര്യമൊന്നുമില്ല. നിങ്ങൾ നമ്മുടെ കൂടെ ഇന്ന് അവധിയുടെ നമ്മൾ സെറ്റ് ചെയ്ത് തരാം, അടിപൊളിയാക്കി തരാം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ നമുക്ക് ഇത് വന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത്ര എളുപ്പമായിരുന്നോ, ഇത്ര സിമ്പിൾ ആയിരുന്നോ എന്നൊക്കെ നമുക്ക് ഇപ്പോൾ തോന്നും. നമ്മുടെ ക്വസ്റ്റ്യൻ ഓരോന്ന് ചെയ്ത് കാണിപ്പിക്കുന്നൊക്കെ ഒന്ന് മനസ്സിലാവും അത് ഇത്ര ഉള്ളായിരുന്നു എന്നുള്ള കാര്യം. നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സൂപ്പർ ആക്കി തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റവും ഓക്കെ. അപ്പൊ നമ്മുടെ ഈ വന്നേക്കുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ SCERT ടെക്സ്റ്റിനകത്തുനിന്ന് ഉള്ള പാഠപുസ്തകത്തിലെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ആ ഭാഗത്തു നിന്നൊക്കെയാണ് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നിരുന്നത്. ഓക്കെ, ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ചിലപ്പോൾ SCERT വേണമെന്നില്ല, മാറി തിരിഞ്ഞു ഒക്കെ വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ വരാൻ പോകുന്ന പരീക്ഷ എന്ന് ഇപ്പൊ കമ്പനി ബോർഡ് LGS പറഞ്ഞിട്ടുണ്ട് 20 മാർക്കാണ് മാത്സ് ഉള്ളത്. കാരണം അതിനകത്ത് ഇംഗ്ലീഷ് ഇല്ല, മലയാളമില്ല. 20 മാർക്ക് മാത്സ്. 20 മാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് പിടിക്കാൻ പറ്റും. ആ 20 മാർക്ക് പിടിച്ചാൽ തന്നെ നിങ്ങളുടെ റാങ്ക് എവിടെ പോകുന്നുള്ള കാര്യം നിങ്ങൾ നോക്കിക്കോണം. കാര്യം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഏകദേശം 70-79 ആ ഒരു ഭാഗത്തിന്റെ അടുത്താണ് കട്ട് ഓഫ് വന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചേ, 20 മാർക്ക് മാത്സിനകത്ത് നിന്ന് പിടിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ബാക്കി എത്ര മാർക്ക് പഠിച്ചാൽ മതി നിങ്ങൾ കട്ട് ഓഫിന് മേളിൽ വരാൻ. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഇല്ല, അതേപോലെ മലയാളം ഇല്ല. അപ്പം നിങ്ങൾക്ക് ഒരു മെയിൻ ഭാഗമാണ് മാത്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പിന്നെ അത് വരാൻ പോകുന്ന ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പരീക്ഷ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഡിഗ്രി ലെവലിലെ പരീക്ഷ, അതിനകത്ത് മാത്സ് ഉണ്ട്, 20 മാത്സ് ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ മാത്സ് എന്ന് പറയുന്നത് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. നിങ്ങൾ അത് ശ്രദ്ധിച്ചിരുന്നാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് വാങ്ങാനും പറ്റും. അപ്പൊ നിങ്ങൾ നോക്കിയേ, കഴിഞ്ഞ പരീക്ഷയുടെ പലർക്കും പല ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ട് പലരും മാത്സിനകത്ത് കാര്യങ്ങൾ കുട്ടികളൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാത്സ് പാടായിട്ടൊക്കെ തോന്നും. കാര്യമൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. ഞാൻ കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ചെയ്ത് കാണിച്ചാൽ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് കാര്യം. നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പൊ ഇനി വരാൻ പോകുന്നവർക്കും ഇത് ഒരുപാട് ഉപകാരപ്പെടും. അതേപോലെ ഇനി കമ്പനി ബോർഡ് LGS ഇതാണ്ട് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് മാത്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, ഒരു സബ്ജക്റ്റ് ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഓക്കെ, ആണ് ഒരു സമചതുരത്തിന്റെ ഒരു വശം 3 സെന്റിമീറ്റർ ആണ്. അതിന്റെ വികരണത്തിന്റെ നീളം എത്രയാണ്? ഇതാണല്ലോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം 3 സെന്റിമീറ്റർ ആണ്. അതിന്റെ വികരണത്തിന്റെ നീളം എത്ര? ഒന്നുമില്ലടേ, നോക്കിയേ, സമചതുരം. ഇതാണ് സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയും. മനസ്സിലായല്ലോ? സമചതുരം സ്ക്വയർ, ഒരു വശത്തെ നീളം A ആണ്, ഇതും A ആണ്, ഇത് A ആണ്. ഓക്കെ ആണല്ലോ. സമചതുരത്തിന്റെ വികരണം എന്ന് പറയുന്നത് തന്നെ ഇതാണ്, ഈ ഡയഗണൽ. ഇതിനെ കുറിച്ചാണ് അവർ പറഞ്ഞേക്കുന്നത്. ഒരു സമചതുരത്തിന്റെ വികരണത്തെ നീളം കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ A√3 A√2 ആ. സമചതുരത്തിന്റെ വികരണത്തെ നീളം കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ A√2 ആണ്. മനസ്സിലായല്ലോ? ഒരു സമചതുരത്തിന്റെ വികരണത്തിന്റെ നീളം കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ A√2 ആ. ഓക്കെ ആണല്ലോ. A എന്ന് പറഞ്ഞാൽ ഒരു വശത്തിന്റെ നീളമാണ് അവർ പറയുന്നത്. A എന്ന് പറയുന്നത് ഒരു വശത്തിന്റെ നീളം. ഓൾറെഡി ക്വസ്റ്റ്യനെ പറയുന്ന ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. വികരണത്തിന്റെ നീളം കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ എന്താ? A√2. A എന്ന് വെച്ചാൽ 3√2 സെന്റിമീറ്റർ. ഇത്രയുള്ള ആൻസർ 3√2 സെന്റിമീറ്റർ. ബി ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇത് ചെയ്യാൻ എന്താ പാട്? ഓക്കെ, അപ്പൊ ഒരു സമചതുരത്തിന്റെ ഒരു വികരണത്തിന്റെ നീളം എന്ന് പറയുന്നത് A√2 ആണ്. A എന്ന് പറയുന്നത് സമചതുരത്തിന്റെ വശത്തിന്റെ നീളം. അപ്പോൾ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം ഒരു √2 അങ്ങ് ഇട്ടുകൊടുത്താൽ മതി. ഒരു മാർക്കായി. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ. മോഡുലസ് x-1 ഈക്വൽ ടു മോഡുലസ് x-3 ആയാൽ എക്സിന്റെ വില എത്ര? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് 3 രീതി ഞാൻ ചെയ്ത് കാണിച്ചത്. നിങ്ങൾ 3 രീതി വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യണം. 3 രീതി ഞാൻ പറയാം. 2 വളരെ സിമ്പിൾ ആണ്, ഒരെണ്ണം കുറച്ചുകൂടെ സ്റ്റെപ്പുകളുടെ എണ്ണം ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം ആ രീതി ചെയ്തോ. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് കയറാം. രണ്ടാമത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് മറ്റൊരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ആദ്യം ആ മെത്തേഡ് പറയാം, പിന്നീട് നമുക്ക് ഓപ്ഷനിൽ നിന്ന് കയറുന്ന മെത്തേഡ് പറയാം. അതേപോലെ പിന്നീട് ഇത് സ്ക്വയർ ചെയ്ത് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. നമുക്ക് നോക്കാം, 2 നോക്കാം, 3 നോക്കാം. നിങ്ങൾ നോക്കണം. ഇങ്ങനൊരു കാര്യം തന്നെ ഏപ്പണ്ട് x-1 ഈക്വൽ ടു x-3 ആയാൽ മോഡുലസ് ആണ്. ഓക്കെ, എങ്കിൽ എക്സിന്റെ വില എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ
എക്സിൽ നിന്ന് ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞ 9ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ ഉണ്ട്. 9ാം ക്ലാസ്സിലെ നമ്പർ സംഖ്യാരേഖകൾ എന്ന് പറയുന്നത് നമ്പർ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് പറയുന്നതാണ് ഈ എക്സുകൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാനും വേണ്ടി രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള അകലം കണ്ടുപിടിക്കുക. എന്നാൽ എക്സിൽ നിന്ന് 1ലേക്കും എക്സിൽ നിന്ന് 3ലേക്കുള്ള അകലങ്ങൾ എന്താണ് ഇവിടെ തുല്യമാണെന്നാണ്. എക്സിൽ നിന്ന് 1ലേക്ക്, എക്സിൽ നിന്ന് -1ലേക്ക്, എക്സിൽ നിന്ന് -3ലേക്കുള്ള അകലങ്ങൾ എന്താണ് തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട, ഇതിനുള്ളിൽ കിടക്കുന്ന സൈൻ ഏതാന്ന് നോക്കണം, അതിന്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കണം. ഇപ്പൊ ഇവിടെ കിടക്കുന്നത് -1 അല്ലയോ, അപ്പൊ +1 ഉള്ള സൈൻ എടുക്കണം. ഓക്കെ ആണല്ലോ. ഇവിടെ 3 അല്ലയോ, അപ്പൊ -3, അപ്പൊ ഇതിന് +3 എന്ന് എടുക്കണം. ഓക്കെ ആണല്ലോ. തമ്മിൽ കൂട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, പകുതി എടുത്താൽ മതി. തമ്മിൽ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. സൈനിന്റെ ഓപ്പോസിറ്റ് സൈൻ എടുത്തിട്ട് കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. ഓക്കെ. 3 1 4, 4ന്റെ പകുതി എത്ര, 2. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. നമ്മുടെ ആൻസർ 2 ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതൊരു രീതി. അപ്പൊ എന്താണ്, ഇതിന്റെ സൈൻ ചേഞ്ച് ചെയ്തിട്ട് 2 കൂട്ടിയിട്ട് പകുതി അങ്ങ് എടുത്ത് വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പൊ കൂട്ടിയിട്ട് നമുക്ക് ഇവിടെ കിട്ടി 2 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സിന്റെ വാല്യൂ കൊടുക്കാം. എക്സിന് ഓപ്ഷൻ ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ x-1 ഈക്വൽ ടു x-3. ഇതാണല്ലോ x-1 ഈക്വൽ ടു x-3 എന്ന് കൊടുത്തു. ഇങ്ങനെ ക്വസ്റ്റ്യൻ കൊടുത്താൽ നമ്മൾ എക്സിന് ആദ്യം എന്ത് കൊടുക്കാൻ പോവാ, 0 എന്ന വാല്യൂ കൊടുക്കാൻ പോകും. എന്തോ 0 - 1 ഈക്വൽ ടു ഇവിടെ എന്താ 0 - 3 എന്ന് കൊടുത്തു. 0 - 3 എന്താ, 0 1 കുറച്ചാൽ -1 ഈക്വൽ ടു 0 -3 കുറച്ചാൽ -3. ഓക്കെ ആണല്ലോ. നമ്മൾ എന്ത് ചെയ്യണം, ഈ മോഡുലസ് നമ്മൾ വെളിയെടുക്കുമ്പോൾ, ഈ മോഡുലസ് എന്ന് വെച്ചാൽ നമ്മൾ ഇതിന് വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ സൈൻ നോക്കത്തില്ല. സൈൻ എത്ര പ്ലസ് ആയാലും മൈനസ് ആയാലും പ്ലസ് തന്നെ കൊടുക്കത്തുള്ളൂ. ആ നമ്പർ മാത്രമേ എടുക്കത്തുള്ളൂ, സൈൻ എടുക്കത്തില്ല. ഇതാ ഇവിടെ 1 എടുത്തു, ഈക്വൽ ടു ഇവിടെ 3 കൊടുത്തു. 1 3 തുല്യമാണോ, 1 3 തുല്യമാണോ, 1 3 തുല്യമല്ല. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ തെറ്റാണ്. ഇനി നോക്കാം, നമുക്ക് ഇനി അടുത്ത് നോക്കാം. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം, നമ്മുടെ കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 ആണ് കറക്റ്റ് ശരി ഉത്തരം എന്നറിയാം. അതുകൊണ്ട് ഞാൻ ആ ഓപ്ഷൻ ഒന്ന് കൊടുക്കുക. അല്ലെങ്കിൽ വേണ്ട, ഒന്ന് വേണേ കൊടുത്തോണ്ടേ x-1 ഈക്വൽ ടു x-3 അല്ലേ, മോഡുലസ് x-1 ഈക്വൽ ടു മോഡുലസ് x-3 എന്ന് കൊടുത്തു. ഓക്കെ. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ 1 കൊടുത്തു. 1 - 1 ഈക്വൽ ടു ഇവിടെ 1 - 3 എന്ന് കൊടുത്തു. ഓക്കെ. അപ്പൊ എന്ത് ചെയ്തു, 1 1 കുറച്ചാൽ 0 ഈക്വൽ ടു 1 നിന്ന് 3 കുറച്ചാൽ -2 എന്ന് കിട്ടും. 0 ഈക്വൽ ടു -2 സോറി സൈൻ എടുക്കത്തില്ല, 2 മാത്രമേ എടുക്കത്തുള്ളൂ. ഓക്കെ. ഇതൊരിക്കലും ഈക്വൽ അല്ല, ഇതും ഈക്വൽ അല്ല. അപ്പൊ അതും തെറ്റാണ്. ഓക്കെ ആവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ. നമ്മൾ ഇങ്ങനെ ഓപ്ഷൻ ചെയ്യുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ നമുക്ക് ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ എടുക്കാം. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, നമ്മുടെ നോക്കാം, x-1 ഈക്വൽ ടു x-3 അല്ലേ. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. നമുക്ക് 3 എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കാം. ഓക്കെ. അടുത്ത് 2 എന്ന ഓപ്ഷൻ കൊടുക്കുക. 2 കൊടുത്തു. നോക്കിയാണേ, 2 കൊടുക്കുമ്പോൾ എന്താ, 2 - 1 ഈക്വൽ ടു 2 - 3. ഓക്കെ. യെസ്. ഇനി നോക്കിയേ, 3 നിന്ന് 1 കുറച്ചു എത്ര കിട്ടി, 2 ഈക്വൽ ടു ഇവിടെ തന്നെ 2 നിന്ന് 3 കുറച്ച് എത്ര കിട്ടി, -3 നിന്ന് കുറച്ചാൽ 3 നിന്ന് 1. ഓക്കെ. നമ്മള് 2 നിന്ന് 1 കുറച്ചാൽ 1. ഓക്കെ. 2 നിന്ന് -3 കുറച്ച് എത്ര കിട്ടും, 2 നിന്ന് -3 കുറച്ച് കഴിഞ്ഞാൽ -1. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, എന്താണ്, നമ്മളിത് വെളിയിൽ എടുക്കുമ്പോൾ സൈൻ എടുക്കത്തില്ലെന്നല്ലേ ഇവിടെ പറഞ്ഞത്. സൈൻ എടുക്കത്തില്ല, നമ്മൾ സൈൻ വേണ്ട. 1 ഈക്വൽ ടു 1. ഓക്കെ. ഇപ്പൊ ഈക്വൽ ആയോ? അപ്പൊ എക്സിന് എന്താണ്, എക്സിന് 2 എന്ന വാല്യൂ കൊടുത്തപ്പല്ലോ ശരിയായത്. എക്സിന് 2 എന്ന വാല്യൂ കൊടുത്തപ്പോൾ ഇത്രേ ഉള്ളു. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ. ഇനി ഇത് എന്ത് ചെയ്യാം, ഇനി ഇതും കൂടാതെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തൈ നോക്കാം. x-1 the whole square is equal to എത്ര, x-3 the whole square എന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ നമ്മുടെ മോഡുലസ് മാറ്റിയിട്ട് ഈ x-1നും ഒരു സ്ക്വയർ കൊടുത്ത് x-2നും നമ്മൾ x-3ക്കും ഒരു സ്ക്വയറും കൊടുത്ത്. കാര്യം എന്താ, ഇതിന്റെ മോഡുലസ് മാറ്റി നമ്മൾ എന്ത് ചെയ്ത് പകരം സ്ക്വയർ കൊടുത്തു. അപ്പൊ ഇത് ഏത് ഫോമിൽ കിടക്കുക, a-b ഫോമിൽ കിടക്കുമല്ലേ, a-b ഫോം. അപ്പൊ എന്താ, a-b the whole square. അപ്പൊ എന്താ, a-b the whole square ചെയ്ത് എങ്ങനെയാ, a² - 2ab + b square ഈ ഫോമിലാണ് കിടക്കുന്നത്. a-b the whole square എന്ന് പറയുന്ന a² - 2ab + b square എന്ന ഫോമിൽ കിടക്കുക. അപ്പൊ ഇവിടെ x-ന്റെ വാല്യൂ അപ്പൊ എന്താ, x² - 2 ഇൻറ്റു എയുടെ വാല്യൂ x ഇൻറ്റു ബിയുടെ വാല്യൂ 1 പ്ലസ് b square 1ന്റെ സ്ക്വയർ ഈക്വൽ ടു ഇവിടെ x² - 2 ഇൻറ്റു എയുടെ വാല്യൂ x, ബിയുടെ വാല്യൂ 3a പ്ലസ് എന്താണ് 3 സ്ക്വയർ എന്ന് കൊടുത്തു. 3 സ്ക്വയർ. ഇത്രയും വരെ ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പൊ എന്താ, x² മൈനസ് 2 ഗുണം x 2x ഇൻറ്റു 1 2x പ്ലസ് 1 സ്ക്വയർ എന്ന് വെച്ചാൽ 1 തന്നെ ഈക്വൽ ടു
എക്സ് സ്ക്വയർ മൈനസ് 2 ഗുണം 3 6 6x പ്ലസ് 9 എന്ന് എഴുതി. 6x+9 ഓക്കെ ആണല്ലോ. ഈ പ്ലസ് എക്സ് സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ ഈ മൈനസ് എക്സ് സ്ക്വയർ ആവും. എക്സ് സ്ക്വയർ തുടങ്ങി ക്യാൻസൽ ആയി പോകും. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് മൈനസ് 2x, ഈ മൈനസ് 6x ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 6x ആവും ഈക്വൽ ടു 9 മൈനസ് 1 പ്ലസ് 1 അപ്പുറത്ത് വരുമ്പോൾ -1 എന്നാവും. ഓക്കെ, ഒരു പ്ലസ് നമ്പറും ഒരു മൈനസ് നമ്പറും തമ്മിൽ കൂട്ടാനോ കുറയ്ക്കാനോ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചു വലുതിൽ നിന്നും വലുത് എത്ര 6x അല്ലൂടോ, ചെറുത് എത്ര 2x ആണ്. അപ്പൊ എന്താ 6x ന്ന് 2x കുറച്ചാൽ 4x കിട്ടും. വലുത് 6x, അതിന്റെ സൈൻ പ്ലസ് ആൻഡ് പ്ലസ് കൊടുത്തു ഈക്വൽ ടു 9 എന്ന് പറഞ്ഞാൽ 8. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് വെച്ചാൽ 8, 4 ഗുണിച്ചേക്ക് ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കണം ഈക്വൽ ടു 2. ഇങ്ങനെ പല രീതിയിലും നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാൻ കേട്ടോ. ഇങ്ങനെ പല രീതിയിലും നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്ത് മാറ്റാൻ പറ്റും. വളരെ സിമ്പിൾ. അപ്പൊ ഇത്രയൊന്നും ചെയ്യണ്ട, ഇത് അല്ലാതെ പറഞ്ഞ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്താ നമ്മൾ എപ്പോഴും ഷോർട്ടായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, എന്താ ഇതിന്റെ സൈൻ ചേഞ്ച് ആയിട്ട് കൂട്ടിയിട്ട് പകുതി എടുക്കുകയോ അല്ല എന്നുണ്ട് എങ്കിൽ ഓപ്ഷൻ നിന്ന് കയറിയോ ചെയ്താലും മതി. അത് മൂന്നാമതൊരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ രീതിന്റെ ആൻസർ ചെയ്ത് മാറ്റാൻ പറ്റും. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്കോ. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ, 2, 3, 5 എന്നിങ്ങനെയുള്ള തുടർച്ചയായുള്ള ശ്രേണിയിലെ അടുത്ത പദം ഏത്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മനസ്സിലായല്ലോ? ഏതാണ് 2, 3, 5 എക്സെട്ര എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ രണ്ട് രീതിയിൽ ഒരു പക്ഷേ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ട്. രണ്ട് സാഹചര്യങ്ങൾ ഇതിനകത്തുണ്ട്. രണ്ട് സാഹചര്യം. ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് 2,3,5 ഇങ്ങനെ പോവാ. അപ്പൊ ഇതെന്താണ്? 2 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയാണ്. 3 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയിലെ പ്രൈം നമ്പറാ. 5 എന്ന് പറയുന്ന ഒരു അഭാജ്യ സംഖ്യ പ്രൈം നമ്പറാ. ഓക്കെ, അടുത്ത വരാൻ സാധ്യതയുള്ള പ്രൈം നമ്പർ 7 ആണ്. അപ്പൊ 7 ആണ്. ഇതൊരു സാധ്യത ആണ്ടേ. ഡി ഓപ്ഷന്റെ ആൻസർ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ സാധ്യത ഈ പ്രൈം നമ്പറിന്റെ കാര്യം 2, 3, 5 എന്ന് പറയുന്നത് പ്രൈം നമ്പറിന്റെ ഒരു സാധ്യത. ഇനി ഇത് കൂടാതെ മറ്റൊരു സാധ്യതയുടെ ഇതിനകത്ത് കിടപ്പുണ്ട്. നിങ്ങൾ നോക്കിയേ, 2, 3, 5 ഓക്കെ ആണല്ലോ. ഈ 2, 3 തമ്മിലുള്ള വ്യത്യാസം എത്ര? 1. 3, 2 തമ്മിൽ 5, 3 തമ്മിലുള്ള വ്യത്യാസം എത്ര? 2. ഇവിടെ 1 കൂടി, ഇത് 2 കൂടി. അടുത്ത അപ്പൊ എത്ര കൂടണം? അടുത്തത് 3 കൂടണം. ഇപ്പൊ ഇവിടെ 1 കൂടി, 2 കൂടി, അടുത്ത് 3. അപ്പൊ 1 2 കൂടെ കൂടുമ്പോൾ 3, 3 2 കൂടെ കൂടുമ്പോൾ 5, 5 3 കൂടെ കൂടുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 5 + 3 = 8 എന്നുള്ളൊരു സാധ്യതയും കൂടെ ഇതിന് വരുന്നുണ്ട്. അതും ഓപ്ഷനകത്ത് തന്നെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ രണ്ട് സാഹചര്യങ്ങൾ കിടക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഇത് 7 എന്നുള്ള ആൻസറിലേക്ക് പോകാനും സാധ്യത ഉണ്ട്. ഓക്കെ ആണല്ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ളതല്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പോലും ഒരുപാട് ടൈം എടുത്ത് നമ്മൾ ചെയ്യുന്നില്ല. വളരെ എളുപ്പത്തിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് മാറ്റുന്നത്. പിന്നെ ചിലത് പ്രോപ്പറായിട്ട് പറയുമ്പോഴാണ് പറയുമ്പോൾ അതിന് സ്റ്റെപ്പുകളുടെ എണ്ണം കൂടുതൽ വരുന്നുണ്ട്. പക്ഷെ അതിനെക്കാട്ടി എളുപ്പം ഷോർട്ട് കട്ട് ഇപ്പുറത്ത് വേറെ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത സ്റ്റേജ് ചെയ്യുന്നവരെങ്കിലും ഇത്രേ ഉള്ളെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇത്രയും സിമ്പിൾ ആണ്, വളരെ പാടാന്നൊക്കെ പറഞ്ഞവരുണ്ട്. എന്നേ വളരെ എല്ലാവരും 20 പിടിച്ചെന്നൊക്കെ പറഞ്ഞവരുണ്ട്. എന്നൊക്കെ നല്ല 18 സ്കോർ ചെയ്തവരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നേരെ അവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 80 സെന്റിമീറ്ററും പരപ്പളവ് 384 ചതുരശ്ര സെന്റിമീറ്ററും ആയാൽ വശങ്ങളുടെ തുക എത്ര? വശങ്ങളുടെ തുക എത്ര എന്ന് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്താ? ഒരു ചതുരം ഇതാണ് ചതുരം. ഓക്കെ, ഒരു ചതുരം. ഇതിന്റെ നീളം, ഇത് നീളം. ഓക്കെ, ഇത് വീതിയാണ്. അപ്പൊ ചതുരത്തിന് നീളമുണ്ട്, വീതിയുണ്ട്. ഓക്കെ ആണല്ലോ. ഇതെന്ന് പറയുന്നത് നീളം, വീതി. ചതുരത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? ചതുരത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 2 × L + B ആണ്. 2 × L + B ചതുരത്തിന്റെ ചുറ്റളവ്. അത് ഓൾറെഡി അവർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയാണെന്ന് അവർ പറയുന്നുണ്ട്? 80 ആണെന്ന് പറയുന്നുണ്ട്. 80. മനസ്സിലായോ? ഇപ്പൊ 80 ഇത് ചുറ്റുമുള്ള അളവിനെയാണ് ചുറ്റളവ്. മനസ്സിലാവുന്നുണ്ടോ? ചുറ്റുമുള്ള അളവാണ് ചുറ്റളവ്. എന്താ? ഒരു എല്ലോടെ കൂട്ടുക, ഒരു ബിയോടെ കൂട്ടുക. എന്ന് വെച്ചാൽ 2 പ്രാവശ്യം എല്ലും 2 പ്രാവശ്യം ബിയും കൂടെ കൂട്ടുന്നതാണ് അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് ഒരു പ്രാവശ്യം എല്ലും ഒരു പ്രാവശ്യം ബി കൂട്ടുമ്പോൾ എത്ര കിട്ടും? L + B എന്ന് പറയുന്നത് 80. ഈ 2 ഗുണിച്ചേക്ക് ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കണം, ഡിവൈഡഡ് ബൈ L + B എന്ന് പറയുന്നത് 80 2 വെച്ച് എത്ര കിട്ടും? 40 കിട്ടും. L + B. അപ്പൊ ഒരു നീളവും വീതിയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 40. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ആയാൽ വശങ്ങളുടെ തുക എത്രയാന്ന് വെച്ചാൽ വശങ്ങളുടെ തുക. ഇതാണ് ഒരു വശം, ഇത് 2 വശം. ഈ 2 വശം കൂടെ കൂട്ടുന്ന അതിന്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്, തുകയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു എല്ല് ഒരു ബിയുടെ കൂടും. ഒരു എല്ല് ഒരു ബിയുടെ കൂടുമ്പോൾ എത്ര കിട്ടുമോ? 40 കിട്ടും. ഈ 384 ആവശ്യമൊന്നും നമുക്കില്ല. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇത്രയും കാര്യം മാത്രം മതി. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന ആൻസർ മാത്രം നമ്മൾ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, യെസ്.
നോക്കിയേ, സെക്കൻഡുകൾക്കുള്ളിലൂടെ ചെയ്ത് മാറ്റാവുന്ന വളരെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ചതുർഭുജം 1 ഷഡ്ഭുജം എത്ര? ഓക്കെ ആണല്ലോ. ചതുർഭുജം 1 ഷഡ്ഭുജം എത്ര? നിങ്ങൾക്ക് ഇത് എന്താണ് ചതുർഭുജം? ചതുർഭുജത്തെ കോട്ടിലാറ്ററൽ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. ഓക്കെ, ഷഡ്ഭുജം മനസ്സിലായോ? ഷഡ്ഭുജത്തിന് എത്ര വശം? 6 വശങ്ങളാണുള്ളത്. ഇംഗ്ലീഷിൽ എക്സഗൺ എന്നാ പറയുന്നത്, എക്സഗൺ മനസ്സിലായല്ലോ. ഓക്കെ, ഷഡ്ഭുജം എന്ന് പറയുന്ന 1 സോറി ചതുർഭുജം എന്ന് പറഞ്ഞ 1 ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് രണ്ട് കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏതാണ് കൺവിൻസിംഗ് ആയിട്ട് തോന്നുന്നത് ആ രീതി എടുത്തോ. രണ്ട് രീതിയിൽ ഇതിന്റെ ആൻസർ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ രീതി എന്ന് വെച്ചാൽ ചതുർഭുജം എന്ന് വെച്ചാൽ 4 വശങ്ങളുള്ളതാ. ചതുർഭുജത്തിന് 4 വശങ്ങളുണ്ട്. ഓക്കെ ആണല്ലോ, 4 വശം. ഈ 4-ൽ നിന്ന് 1-ൽ എത്തണമെന്നാ പറഞ്ഞേക്കുന്നത്. 4-ൽ നിന്ന് 1 എത്ര കിട്ടാം? 3 കുറയ്ക്കും. 3 കുറയ്ക്കുമ്പോൾ 1 കിട്ടി. 4-ൽ നിന്ന് 1 എത്തണം. 4 എന്നുള്ള ചതുർഭുജത്തിന് 4 വശങ്ങളുള്ളത്. അത് 1 എത്തണമെന്ന് വെച്ചാൽ 4-ൽ നിന്ന് 3 കുറയ്ക്കുന്നതാണ് 1. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? ഷഡ്ഭുജം അല്ലെങ്കിൽ എക്സഗൺ എത്ര വശമുണ്ട്? 6 വശങ്ങളാണുള്ളത്. ഓക്കെ, 6 വശങ്ങൾ. ഈ 6-ൽ നിന്ന് ഇവിടെ 3 കുറച്ചപ്പോൾ അതേപോലെ ഇവിടെ 3 കുറയ്ക്കാം. 6-ൽ നിന്ന് 3 കുറച്ചു, എത്ര കിട്ടി? 3 കിട്ടി. അങ്ങനെ നമുക്ക് ഈ ആൻസർ എടുക്കാം. 3 എന്ന് പറഞ്ഞ ഒരു ആൻസർ വേണമെങ്കിൽ ഈ രീതി നിങ്ങൾക്ക് കൺവിൻസിംഗ് ആയിട്ട് തോന്നുന്ന രീതി ഇതാണെങ്കിൽ ചെയ്യാം. ഇനി ഇത് കൂടാതെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ അവർ അങ്ങനെയാണോ ഉദ്ദേശിച്ചത് എനിക്കറിയത്തില്ല. അപ്പൊ നമ്മൾ ഒരു ചതുർഭുജം വരയ്ക്കട്ടെ. ചതുർഭുജം വരയ്ക്കും. 4 വശമുള്ള ചതുർഭുജത്തിന്റെ ഒരു മൂലയിൽ നിന്ന് വരയ്ക്കാൻ കഴിയുന്ന വികരണങ്ങളുടെ എണ്ണം 1 ആണ്. ഒരു മൂലയിൽ നിന്ന് വരയ്ക്കാൻ കഴിയുന്ന ഒരേ ഒരു വികരണം, ഒരു മൂലയിൽ നിന്ന് ഒരു വികരണം. മൊത്തത്തിൽ എത്ര വരയ്ക്കാൻ പറ്റുന്ന 2 എണ്ണം. വികരണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? n × n-3/2 ആണ്. പക്ഷെ ഒരു സൈഡിൽ നിന്ന് വരയ്ക്കാൻ കഴിയുന്ന വികരണങ്ങളുടെ എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ n-3 ആണ്. എന്താണ്? n-3. ഒരു സൈഡിൽ നിന്ന് വരയ്ക്കാൻ കഴിയുന്ന വികരണങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് n-3. അപ്പൊ ഇവിടെ n എത്ര? 4 വശങ്ങളാണല്ലോ അല്ലയോ. n-3 എന്ന് പറയുമ്പോൾ 4. 4 - 3 = 1. ഓക്കെ ആണല്ലോ. നിങ്ങൾ നോക്കിയേ, 5 വശമുള്ള ഒരു പഞ്ചഭുജം വരയ്ക്കുക. പെന്റഗൺ വരയ്ക്കേണ്ട. 1 2 3 4 5. ഓക്കെ, എത്ര വികരണങ്ങൾ വരയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് 1 2 രണ്ടെണ്ണേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. 1 2 രണ്ടെണ്ണേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഇക്വേഷൻ എന്തുവാ? n-3 ആണ്. അപ്പൊ 5 വശം ഇല്ലയോ. 5 - 3 = 2 വികരണങ്ങളാണ് വരയ്ക്കാൻ പറ്റുക. ഒരു മൂലയിൽ നിന്ന് 2 വികരണങ്ങളായിരിക്കും വരയ്ക്കാൻ കഴിയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കിയേ 6 വശമുള്ള നമ്മുടെ പഞ്ചഭുജം അല്ല, പഞ്ചഭുജം ഷഡ്ഭുജം. ഓക്കെ, 6 വശങ്ങൾ. ഒരു മൂലയിൽ നിന്ന് വരയ്ക്കണ്ടേ? 1 2 3 3 വരയ്ക്കാൻ പറ്റും. ഒരു മൂലയിൽ നിന്ന് 3 വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എന്തുവാ? n-3 അല്ലയോ. എന്താ 6 - 3 എത്ര കിട്ടി? 3 വരച്ചു. മനസ്സിലായല്ലോ. ഓക്കെ, 3 വരയ്ക്കാൻ കഴിയുന്നത്. ഓക്കെ ആണേ. യെസ്. അപ്പൊ നമ്മൾ നോക്കിയേ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രീതിയിലും അവർ ഒരു പക്ഷേ ഇതായിരിക്കും അവർ ഉദ്ദേശിച്ചേക്കുന്നത്. അങ്ങനെ നോക്കിയാലോ, അല്ലെങ്കിൽ വശങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 3 കുറച്ചത് ആ രീതി ഉപയോഗിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു മൂലയിൽ നിന്ന് വരയ്ക്കാൻ കഴിയുന്ന വികരണങ്ങളുടെ എണ്ണം ആ രീതി ഉപയോഗിക്കാം. അങ്ങനെ നോക്കിയാലും ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ ആൻസർ വരുന്നത് 3 ആണ് ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കിയേ 1/8 + 1/16. 1/8 + 1/16. ഓക്കെ ആണല്ലോ. ഇത് ചോദിച്ചിരിക്കുന്നത് കാര്യമൊന്നുമില്ല. നിങ്ങൾക്കത് ഞാൻ ഒന്ന് രണ്ട് രീതി ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം നോക്കിയാൽ ആ രീതി ചെയ്യാം. ഇപ്പൊ ഭിന്നസംഖ്യ കൂട്ടാനോ കുറയ്ക്കാനോ വരുമ്പോൾ ഓക്കെ, ഭിന്നസംഖ്യ കൂട്ടാനോ കുറയ്ക്കാനോ വന്നാൽ ഛേദങ്ങൾ തുല്യമാണോ നോക്കണം. ഭിന്നസംഖ്യ കൂട്ടാനോ കുറയ്ക്കാനോ വരുമ്പോൾ ഇവിടെ ഛേദം 16, ഇവിടുത്തെ ഛേദം 8 ആണ്. ഛേദങ്ങൾ തുല്യമല്ല. അപ്പൊ എന്ത് ചെയ്യണം? തുല്യമാക്കണം. അതെങ്ങനെയാ? ഈ 8-ന്റെയും 16-ന്റെയും LCM കണ്ടാൽ എന്തിനാണ്? 8-ന്റെയും 16-ന്റെയും LCM കാണാം. 8-ന്റെയും 16-ന്റെയും LCM എന്ന് പറയുന്നത് 16 വരും. 8-ന്റെയും 16-ന്റെയും LCM 16. അപ്പൊ LCM 16 ആയ ഇതിന്റെ ഛേദങ്ങൾ തുല്യം. അല്ലെങ്കിൽ നമുക്ക് എന്താ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അല്ലെങ്കിൽ എന്താ ഇവിടുത്തെ ഛേദങ്ങൾ തുല്യമാക്കി ചെയ്യുന്നതാണ് ഇച്ചിരി ബെറ്റർ. ഓക്കെ, ഛേദങ്ങൾ തുല്യമാക്കുമ്പോൾ എന്താ? ഈ 8-ഉം കൂടെ ഈ LCM ആയ 16 ആവണം. 8 16 ആവണം. എത്ര കൊണ്ട് ഗുണിക്കണം? 1/8. 8 16 ആവണം. 8 16 ആണ്. എത്ര കൊണ്ട് ഗുണിക്കണം എന്ന് വെച്ചാൽ 2 കൊണ്ട് ഗുണിക്കണം. താഴെ ഏത് നമ്പർ കൊണ്ട് ഗുണിക്കുന്നു അതേ നമ്പർ കൊണ്ട് തന്നെ മേളിൽ ഗുണിക്കണം. 8 16 ആണ്, 2 കൊണ്ട് ഗുണിക്കണം. താഴെ ഏത് നമ്പർ കൊണ്ട് ഗുണിക്കുന്നു അതേ നമ്പർ കൊണ്ട് മേളിൽ ഗുണിക്കണം. പ്ലസ് 1/60 എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ. 1 2 2 ഡിവൈഡഡ് ബൈ 16 പ്ലസ് 1 1 ഡിവൈഡഡ് ബൈ 16. 1 × 2 2 ഡിവൈഡഡ് ബൈ 2 × 8 16
1/16. ഇവിടുത്തെ ഛേദങ്ങൾ രണ്ട് തുല്യമല്ലോടോ, ഛേദങ്ങൾ തുല്യമാണ്. പൊതുവായിട്ട് ഛേദമായ 16 എടുത്തോണ്ട് മേളിൽ കിടക്കുന്ന അംശമായ 2 ഒന്നുകൂടെ കൂട്ടുക. 2 ഒന്നുകൂടെ കൂടുമ്പോഴേ 3/16 എന്നിട്ട് 3/16. ഈ 3നെ നിങ്ങൾ എന്ത് ചെയ്യണം? 16 വെച്ച് ഹരിക്കണം. 3നെ 16 വെച്ച് ഹരിക്കണം. 3നെ 16 വെച്ച് ഹരിക്കുമ്പോൾ ഓൾറെഡി നമുക്ക് തുടക്കം തന്നെ അതിന് പോയിന്റ് വരും. അപ്പൊ അതാണ്ട് പോയിന്റിൽ തുടങ്ങാം. അപ്പൊ ഈ ഓപ്ഷൻ നമുക്ക് കട്ടാവും. കാര്യം എന്താണെന്നറിയോ? അതെ 3നെ 16 വെച്ചിരിക്കും. ഇത് കൂടാതെ വേറെ രീതി ഉണ്ട്. പോയിന്റ് കൊടുത്ത് ഇവിടെ പോയിന്റ് കൊടുത്ത് 0 ആകുമ്പോൾ ഒരു 16 ഒരു 16 ഓക്കെ ആണല്ലോ. പോയിന്റ് 1ൽ തുടങ്ങുന്ന ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സി ഓപ്ഷൻ ആണ് ആൻസർ. പോയിന്റ് 1ൽ തുടങ്ങുന്ന ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ആൻസർ സി ഓപ്ഷൻ വരും. നമുക്ക് എന്ത് കിട്ടും? 0.1875 ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇത് ഹരിച്ചു നോക്കി വേണമെങ്കിൽ ചെയ്യാം. പോയിന്റ് 1ൽ തുടങ്ങുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എങ്കിൽ നമുക്ക് വേറെ രീതിയുടെ ചെയ്യാം. താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാത്താ മതി. നിങ്ങൾ എന്ത് ഇവിടെ 3/16 എന്ന് കിട്ടിയില്ലേ? 3/16. ഈ 16 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 × 2 × 2. ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പാഠപുസ്തകത്തിനകത്ത് സ്കൂൾ ടെക്സ്റ്റ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7ാം ക്ലാസ് ആണെന്ന് തോന്നുന്നു. 7ാം ക്ലാസ്സിനകത്തോ 7ലോ 9ലോ ഏതൊരു 7ആണെന്ന് തോന്നുന്നു. ഈ രീതി അവർ പഠിപ്പിക്കുന്നുണ്ട്. 7 9 ആണോന്ന് ഓർക്കുന്നില്ല ഞാൻ. ഓക്കെ ഈ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് അവരെ. എങ്ങനെ പഠിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 10 ആവണമെങ്കിൽ എപ്പോഴും ഗുണിക്കുമ്പോൾ 5 × 2 എന്ന് പറയുന്നതാണ് 10. ഒരു 5ഉം ഒരു 2ഉം കൂടെ ചേരുന്നതാണ് 10. അപ്പൊ നമുക്ക് താഴത്തെ ബേസിനെ ഒന്നീ 10 100 എന്ന് വെച്ചാൽ ഛേദം ഡിനോമിനേറ്ററിനെ 10 100 1000 10,000 എങ്ങനെ ഫോർമുലേറ്റെല്ലാം ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എത്രയാണ്? ഒരു 2 ഒരു 5 കൂടെ ഗുണിച്ചാൽ 10. 2 5 2 കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ 100. മനസ്സിലായി? ഇപ്പൊ ഉദാഹരണം നോക്കിയേ. 5 × 5 × 2 × 2 2 × 5 10 2 × 5 10 10 × 10 100 എന്ന് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ 3 5ഉം 3 2 കൂടെ ഗുണിച്ചാൽ 1000. 4 5ഉം 4 2 കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടും? 10,000. എന്ന് വെച്ചാൽ ഒരു 2 ഒരു 5 കൂടെ ചേർന്നാൽ 10 എന്നുള്ള ഫോമിലേക്ക് വരും. ഒരു 2 ഒരു 5 കൂടെ ഗുണിച്ചാൽ. ഓക്കെ അപ്പൊ ഇവിടെ 16 നമുക്ക് എങ്ങനെ എഴുതാം? 16നെ 3 ഡിവൈഡ് ബൈ 16 എന്ത് എഴുതാം? 2 × 2 × 2 × 2 2 × 2 × 2 × 2 ഇല്ലയോ? എത്ര? 10,000 എന്ന് പറയുന്നത്. അല്ല സോറി 16 എന്ന് പറയുന്നത്. അപ്പൊ എത്ര പ്രാവശ്യം 2 ഉണ്ട്? 1 2 3 4 പ്രാവശ്യം 2 ഉണ്ട്. അപ്പൊ ഒരു 4 പ്രാവശ്യം 5 കൂടെ കൊടുത്താൽ പോരെ? 5 × 5 × 5 × 5. നമ്മൾ അഡീഷണൽ ആയിട്ട് എത്ര കൊടുത്തു? 1 2 3 4 പ്രാവശ്യം 5 കൊടുത്തു. വേണമെങ്കിൽ ഫോളോ ചെയ്താൽ മതി. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ഈ രീതി നിങ്ങൾ പറഞ്ഞെന്നുള്ളൂ. ഇത് സ്കൂൾ ടെക്സ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞു 1 2 3. ഓക്കെ ആണല്ലോ. അപ്പൊ താഴെ നമ്മൾ ഓൾറെഡി 16 ആണ് കൈ എഴുതി വെച്ചിരിക്കുന്നത്. അഡീഷണൽ ആയിട്ടാണ് എത്ര 5 കൊടുത്തേക്കുന്നത്? 1 2 3 4 5 കൊടുത്തേക്കുന്നത്. താഴെ അഡീഷണൽ ആയിട്ട് 4 5 ഗുണിച്ചാൽ അതേ 5 തന്നെ മേളിലും ഗുണിക്കണം. 1 2 3 4. ഓക്കെ ആണല്ലോ. യെസ്. നിങ്ങൾ നോക്കിയേ 5 25 25 × 5 125 125 × 5 625. 5 25 25 × 5 125 125 × 5 620. ഈ 625 നിങ്ങൾ 3 കൊണ്ട് ഗുണിച്ചേ. 3 5 15 5 ഇഷ്ടം 1 2 3 6 1 7 3 6 18. ഓക്കെ ആണല്ലോ. ഓക്കെ 3 6 18 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 18 75 എന്ന് കിട്ടി. 18 75. ഇനി നോക്കിയേ ഒരു 2 ഒരു 5ഉം 10. 2 5ഉം 2 2 വന്നു കഴിഞ്ഞാൽ 100. 3 പ്രാവശ്യം വന്നല്ലോ. ഒരു 5 ഒരു 2 കൂടെ ആകുമ്പോൾ ഒരു ജോഡി 10. 2 എണ്ണം ആകുമ്പോൾ അത് വീണ്ടും ഒരു ജോഡി വന്നു 100. വീണ്ടും ഒരു 2 ഒരു 5 കൂടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു 10 കൂടെ വന്നു. അപ്പൊ ഒരു ജോഡി കൂടെ വന്നു. അപ്പൊ 1000. അപ്പൊ 4 എണ്ണം വന്നാലോ 10,000. അപ്പൊ താഴെ 10,000 എന്ന് വരും. മനസ്സിലായല്ലോ? 4 പ്രാവശ്യം 2ഉം 4 പ്രാവശ്യം 5ഉം ഉണ്ടെങ്കിൽ 4 പൂജ്യമുള്ള സംഖ്യ വരും. 4 പൂജ്യമുള്ള സംഖ്യ എന്ന് വെച്ചാൽ 10,000. അപ്പൊ 2 എണ്ണം ആണെങ്കിൽ 100, 3 എണ്ണം ആണെങ്കിൽ 1000, 4 എണ്ണം ആണെങ്കിൽ 10,000. ഇതിന്റെ അർത്ഥം എന്താ? 1875 ഡിവൈഡഡ് ബൈ 10,000 എന്നില്ലയോ? ഒരു സംഖ്യയെ 10 വെച്ചരിക്കുക, ഒരു സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുക്കുക. 100 വെച്ചരിക്കുക 2 സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുക്കുക. 1000 വെച്ചരിക്കുക 3 സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുക്കുക. 10,000 വെച്ചരിക്കാൻ 4 സ്ഥാനം ഇടത്തേക്ക് മാറ്റി കൊടുക്കും. ഇവിടെ പോയിന്റ് 4 എത്ര? 10,000 വെച്ചരിക്കാനല്ലേ പറഞ്ഞേക്കുന്നത്. 10,000 വെച്ചരിക്കാൻ പറഞ്ഞാൽ ഇവിടുന്ന് 1 2 3 4 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക. 4 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ എങ്ങനെ വരും? ഇവിടെ നോക്കിക്കോ. 4 സ്ഥാനം മാറ്റി 1 2 3 4 പോയിന്റ് 1 8 7 5 ഇവിടെ പോയിന്റ് ഉണ്ടെന്ന് കാണിക്കാം. ഫ്രണ്ട് ഒരു 0 കൊടുത്താൽ മതി. 0.0 ഇങ്ങോട്ട് എഴുതാം. ഓക്കെ
1.875 1 2 3 4 സ്ഥാനം മാറ്റി പോയിന്റ് എടുക്കുമ്പോൾ 0.1875 എന്നിവിടെ പോയിന്റ് ഇടുന്ന് കാണിക്കാൻ ഫ്രണ്ടിൽ ഒരു 0 കൊടുത്താൽ മതി. 0.1875 ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ഈ രീതിയിൽ ചെയ്യാം. ഇത് ഞാൻ പാഠപുസ്തകം ഞാൻ ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നത്. കൂടുതലും പാഠപുസ്തകത്തിനകത്തും ക്വസ്റ്റ്യൻ ആണ്, സ്കൂൾ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അത് ഫോളോ പറയുന്നതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതാണ് എളുപ്പമെങ്കിൽ ഇത് രീതി ചെയ്യാം, ഇതാണ് എളുപ്പമെങ്കിൽ നിങ്ങൾക്ക് ഇത് രീതി ചെയ്യാം. ഓക്കെ ആണോ? ക്ലിയർ ആവുന്നുണ്ടോ ഇവിടെ? ഓക്കെ, നാം പറഞ്ഞില്ലേ സിമ്പിൾ ആയിട്ടാ, വലിയ പാടൊന്നും ഇല്ല, വളരെ എളുപ്പത്തിൽ. ഒരെണ്ണത്തിന് തന്നെ നമ്മൾ 2-3 രീതികൾ പറഞ്ഞു തരുന്നതുകൊണ്ടാണ് കൂടുതൽ ടൈം എടുക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് 2 രീതി ചെയ്യാം, അല്ലെ 3 രീതി ചെയ്യാം. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അങ്ങനെ പല രീതി ചെയ്യുമ്പോഴാണ് സംഭവം. നമ്മൾ പെട്ടെന്ന് തന്നെ ആൻസർ കഴിഞ്ഞു. പിന്നെ അതിന് വേറെ രീതി, ചിലർക്ക് ഇത് ഫസ്റ്റ് മോഡൽ കൺവിൻസിങ് അല്ലെങ്കിൽ സെക്കൻഡ് ഇരിക്കട്ടെ, ചിലർക്ക് സെക്കൻഡ് ചിരിച്ചുകൂടെ കണക്കൊക്കെ അറിയാവുന്നവർക്ക് ഇതായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് അവർക്ക് കൺവിൻസിങ് ആവുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, x-2 ഒരു ബഹുപദത്തിന്റെ ഘടകങ്ങളാണെങ്കിൽ p(2) എത്ര? x-2 എന്ന് പറയുന്നത് ഒരു ഒരു ബഹുപദത്തിന്റെ ഘടകങ്ങളാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് p(2) എത്ര എന്നാണ് ചോദിച്ചിരുന്നത്. p(2) x ആണ്. p(x) എന്ന് പറയുന്നത് ആണ്ടെ x-2 ഒരു ഘടകം. p(x) എന്ന് പറയുന്നത് x-2 ഒരു ഘടകമാണ്. x-2 എന്ന് പറയുന്നത് ഒരു x-2 ഒരു ബഹുപദത്തിന്റെ ഘടകമാണ് എങ്കിൽ ഓക്കെ, p(x) എന്ന് പറയുന്നത് എന്തിനാണ്? p(x) ഇൻറ്റു ഘടകമാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ p(x-2) ഇൻറ്റു q(x) എന്ന് എഴുതാം. q(x). ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് p(x) = x-2 ഇൻറ്റു നമ്മളൊരു ഘടകമാണെന്ന് പറഞ്ഞാൽ എന്താണ് ഈ q(x) എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ് നമ്മൾ എഴുതി വെക്കുന്നത്. ഇങ്ങനെ എഴുതിയതിനു ശേഷം നമുക്ക് ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? p(2) എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. p(2) എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. p(2). അപ്പൊ p(2) എന്ന് പറഞ്ഞാൽ x എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം നമുക്ക് എന്ത് എടുക്കാം? 2 കൊടുക്കാം. മനസ്സിലായല്ലോ? ഓക്കെ, x എവിടെ ഉണ്ടോ അവിടെ എല്ലാം നമുക്ക് എന്തെടുക്കാം? ഒരു ഈ 2 വാല്യൂ ഈ x-ന്റെ സ്ഥാനത്ത് നമ്മൾ ഇവിടെ 2 കൊടുത്തേക്കുന്നത് 2 കൊടുക്കാം. അപ്പൊ നമുക്ക് എന്താ എഴുതാം? ഈ x-ന്റെ അടുത്ത് 2 കൊടുക്കാം. 2 - 2 ഇൻറ്റു എന്താ q(x) എന്ന് എഴുതാം. 2 - 2 ഇൻറ്റു q(x) എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് എന്ത് എഴുതാം? 2 കുറച്ച 0 ഇൻറ്റു എന്തായിരുന്ന q(x) എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? q(x). ഓക്കെ, ഏത് നമ്പറിനെയും 0 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ആൻസർ 0 ആയിരിക്കും. ഏത് നമ്പറിനെയും 0 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ആൻസർ 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ? 2-ൽ നിന്ന് 2 കുറച്ച് 0 കിട്ടി. ഓക്കെ, ഇതിന്റെ ആൻസർ 0 ആണ്. അപ്പൊ ഏത് നമ്പറിന്, അപ്പൊ ഒരു നമ്പറിന്റെ ഘടകമാണെന്ന് വെച്ചാൽ ഉദാഹരണം 10 എന്ന് പറയുന്നത് 10 5ന്റെ ഘടകം 5ന്റെ ഘടകമാണ് 2. അപ്പൊ ഈ 5ഉം 2 ഗുണിക്കുമ്പോൾ ഈ 10ന്റെ ഘടകമാണ് എന്തൊക്കെ? 5ഉം 2. ശ്രദ്ധിക്കണം, 10ന്റെ ഘടകമാണ് 5ഉം 2 എന്ന് പറഞ്ഞാൽ ഉദാഹരണം 5ഉം 2 ഗുണിച്ചാൽ 10 കിട്ടണം. 5ഉം 2 ഈ 10 എന്ന് പറയുന്നതിന്റെ 2 ഘടകങ്ങൾ എത്രയൊക്കെ? 5ഉം 2ഉം 2 ഘടകങ്ങൾ. ഈ 5ഉം 2 ഗുണിച്ചാൽ 10 കിട്ടണം. ഓക്കെ, അപ്പൊ നമ്മൾ ആ രീതിയാണ് p(x) = x-2. അപ്പൊ ഒരെണ്ണം അടുത്ത രണ്ടാമത്തെ ഘടകമാണ് നമ്മൾ എന്ത് q(x) എന്ന് നമ്മൾ കൊടുത്തു. q(x) ഇപ്പോൾ 2-ന് വരെ q(x) എന്ന് ചുമ്മാ ഒരു ഉദാഹരണമായിട്ട് കൊടുത്തേ. അപ്പൊ എന്നിട്ട് ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ x-ന്റെ വാല്യൂ നമ്മൾ എന്ത് കൊടുക്കാം? 2 കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. p(2) കൊടുക്കുമ്പോൾ x-ന്റെ അടുത്ത് 2 കൊടുക്കുമ്പോൾ ഇവിടെ 0 വരും. 0 ഇൻറ്റു q(x) എന്ന് പറഞ്ഞാൽ 0 എന്നുള്ള ആൻസർ വരും. നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, p(x) എന്ന് പറയുന്നത് x-2 ആണ്. p(x) എന്ന് പറയുന്നത് x-a ആണ്. p(x) എന്ന് പറയുന്നത് x-a ആണ്. ഇനി എന്ത് പറഞ്ഞത്? p(a) എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഘടകമാണ് എങ്കിൽ മനസ്സിലായോ? p(a) എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഘടകമാണെങ്കിൽ എപ്പോഴും നമുക്ക് എന്താ a എന്ന് പറയുന്നത് ഒരു ഘടകമാണെങ്കിൽ p(a) എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? ഈ പിന്നെ p(a) എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. p(a) എന്ന് പറയുന്നത് ഇതിന്റെ ആൻസർ 0 ആയിരിക്കും. അത് നമ്മൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കാണാതെ പഠിച്ചു വെച്ചാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? x-ന് 2 എന്നുള്ള വാല്യൂ കൊടുത്താൽ മതി. 2 - 2 = 0. 0 ഇൻറ്റു q(x) എന്ന് പറയുന്നത് നമുക്ക് 0 എന്നുള്ള ആൻസർ കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, ഈ രീതി ചെയ്താലും മതി. അപ്പൊ x ഇങ്ങനെ ഇട്ട് എഴുതിട്ട് x-ന് വില ഇട്ട് കൊടുക്കുക. ആ x-ന് വില എടുക്കുമ്പോൾ 0 വരെ. ഏത് നമ്പറിനെ 0 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ആൻസർ 0 ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5 പദങ്ങളുടെ തുക 145 ആയാൽ മൂന്നാം പദം എത്രയാണ്? 5 പദങ്ങളുടെ തുക 145 ആയാൽ മൂന്നാം പദം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. 5 പദങ്ങളുടെ തുക എന്താണ് പറഞ്ഞിരിക്കുന്നത്? 5 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 145 ആയാൽ മൂന്നാം പദം എത്ര?
ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. ക്യാൻസൽ ചെയ്യുന്ന പറഞ്ഞാൽ എങ്ങനെ, അതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു സമാന്തര ശ്രേണിയാണെങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. തുടർച്ചയായിട്ടുള്ള 5 പദങ്ങളുടെ തുക 145, തുടർച്ചയായിട്ടുള്ള 5 പദങ്ങളുടെ തുക 145 എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ രീതിയിൽ കണക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. തുടർച്ചയായിട്ടുള്ള 5 പദങ്ങളുടെ തുക 145 ആയാൽ, തുടർച്ചയായിട്ടുള്ള 5 പദങ്ങളുടെ തുക 145 ആയാൽ മൂന്നാം പദം എത്രയാന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, അവയുടെ ശരാശരി എടുത്താൽ മതി. ശരാശരി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? തുക എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. തുക ബൈ എണ്ണം. ശരാശരി കണ്ടുപിടിക്കാൻ ആവറേജ് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ സം ബൈ നമ്പർ. ഓൾറെഡി അവർ സം തന്നിട്ടുണ്ട്. സം എന്ന് വെച്ചാൽ എത്ര? 145 എന്ന് പറയുന്നുണ്ട്. തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് ശരാശരി. അപ്പൊ തുടർച്ചയായിട്ടുള്ള 3, ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം, നാലാം പദം, 5 പദം, അങ്ങനെ 5 പദങ്ങളാണെങ്കിൽ നടുക്ക് വരുന്നതാണല്ലോ മൂന്നാമത്തെ പദം. മൂന്നാമത്തെ പദം എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിന്റെ ശരാശരി ആയിരിക്കും. അപ്പൊ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കാം. തുക എന്ന് പറഞ്ഞാൽ 145, എണ്ണം എത്ര? 5 ആണ്. 145 5 വെച്ചിരിക്കുമ്പോഴത്തേക്ക് 2 10, 9 5 45, ആൻസർ 29 എന്നുള്ള ഉത്തരം കിട്ടും. 29 A ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ. പക്ഷേ ഈ പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാൻ സാധ്യത ഉണ്ട്. കാര്യം ഇത് തുടർച്ചയായിട്ടുള്ള പദങ്ങളാണോ എന്ന് അവർ പറയുന്നില്ല. അവർ തുടർച്ചയായിട്ടുള്ള പദങ്ങളാണെന്ന് പറയണമായിരുന്നു, അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണി ആയിരിക്കുന്നു പറയണമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യ, തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യ, തുടർച്ചയായിട്ടുള്ള 5ന്റെ ഗുണിതങ്ങള്, അല്ലെങ്കിൽ സമാന്തര ശ്രേണിന്നോ എല്ലാം പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ഈ പറയുന്ന വ്യത്യസ്ത സംഖ്യകളാണെങ്കിൽ നമുക്ക് നടുക്കലത്തെ പദം കണ്ടുപിടിക്കാൻ പാടായിരിക്കും. മനസ്സിലാവുന്നുണ്ട്? ഈ ശരാശരി എന്നുള്ള ഈ ട്രിക്ക് ഉപയോഗിച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ആണല്ലോ? ഓക്കെ, യെസ്. നമുക്ക് അതിനകത്ത് ഒരു കുറച്ച് ഭാഗത്തിനകത്തൊന്ന് മിസ്സിംഗ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? ഇതല്ലേ ക്വസ്റ്റ്യൻ ചോദിക്കണേ. താഴെ കൊടുത്തിരിക്കുന്ന പൂർണ്ണവർഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൂർണ്ണവർഗം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേറെ കാര്യമൊന്നുമില്ല, ഒറ്റ കാര്യം മാത്രമാണ്. അതായത് ഇതിന്റെ പവർ ഈവൻ നമ്പർ ആണോ എന്ന് നോക്കിയാൽ മതി. തന്നിരിക്കുന്ന പവർ ഈവൻ നമ്പർ ആണോ നോക്കിയാൽ മതി. ഈവൻ നമ്പർ ആണെങ്കിൽ അതെന്തായിരിക്കും? അതൊരു പൂർണ്ണവർഗം ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരു ഈവൻ നമ്പർ ആണ് എങ്കിൽ. ഓക്കെ, ഉദാഹരണം 5ന്റെ സ്ക്വയർ. 5ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 5 × 5 എത്ര? 25 ഒരു പൂർണ്ണവർഗമാണ്, സ്ക്വയർ ആണ്. പൂർണ്ണവർഗം എന്ന് വെച്ചാൽ സ്ക്വയർ ആണോ എന്ന് ചോദിക്കുന്നത്. 5ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 25 എന്ന് വെച്ചാൽ ഒരു പൂർണ്ണവർഗമാണ്. അപ്പൊ മേളിൽ വന്നെങ്കിൽ ഇരട്ട സംഖ്യ. നോക്കിയേ, 5ന്റെ ക്യൂബ് 5 × 5 × 5 125. ഈ 125 എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണവർഗമല്ല, ഇത് ക്യൂബ് നമ്പർ, കനം എന്നൊക്കെ മലയാളത്തിൽ പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഒരിക്കലും ഇതൊരു സ്ക്വയർ നമ്പർ അല്ല. പൂർണ്ണവർഗം എന്ന് വെച്ചാൽ സ്ക്വയർ ഉദ്ദേശിക്കുന്നത്, സ്ക്വയർ അല്ല. ഓക്കെ, ഇനി നോക്കിയേ, നിങ്ങൾ ഒറ്റ കാര്യം ആലോചിക്കുക. ഓക്കെ, മേലാണ്ട് 5 × 5 × 5 × 5 എന്നുവെച്ചാൽ 5⁴4. 5 25 25 × 5 120, 125 × 5 625. 5 25 25 × 5 125, 125 × 5 625. ഈ 625 എന്ന് പറയുന്നത് 25ന്റെ സ്ക്വയറാണ്. 625 എന്ന് പറഞ്ഞാൽ 25ന്റെ സ്ക്വയറാണ്. നോക്കിയേ, മേളിൽ 4 എന്ന് പറഞ്ഞ ഇരട്ട സംഖ്യ, ഇവിടെ 2 എന്ന് പറയുന്നത് ഇരട്ട സംഖ്യ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ 5⁻3 എന്ന് പറയുന്ന ഒറ്റ. അപ്പൊ ഇരട്ട സംഖ്യ വന്നു കഴിഞ്ഞാൽ, ഒരു നമ്പറിന്റെ പവർ ഇരട്ട സംഖ്യ വന്നു കഴിഞ്ഞാൽ അതൊരു പൂർണ്ണവർഗമായിരിക്കും. ഒറ്റ സംഖ്യ വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണവർഗം ആയിരിക്കത്തില്ല. ഓക്കെ ആണല്ലോ? നമ്മൾ നോക്കിയേ, ഇവിടെ വരുന്നത്, ഇവിടെ ഇതിനകത്ത് വന്നിരിക്കുന്നത് പൂർണ്ണവർഗമായിട്ട് നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഇവിടെ 6 എന്ന് പറയുന്ന നമ്പറാണ് ഇരട്ട സംഖ്യ വന്നിരിക്കുന്നത്. ബാക്കി എല്ലാത്തിന്റെ പവർ 3ഉം 7ഉം 5ഉം എല്ലാം എന്തിനാണ്? ഒറ്റ സംഖ്യയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആൻസർ 5⁻6 എന്ന് പറയുന്ന ഓപ്ഷനാണ്, സി ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് നമ്മൾ പേന പോലെ എടുക്കേണ്ട കാര്യമില്ല, സിമ്പിൾ ലോജിക്കിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ, നമ്മൾ ഇനി കുറച്ച് കുറച്ച് കാര്യം ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഞാൻ 1-2 കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. പലർക്കും മാത്സ് പാടാണ് എന്നൊക്കെ പലരും പറയാറുണ്ട്. നിങ്ങളൊരു കാര്യം, മാത്സ് ഒന്നും മാത്രമല്ല, പലർക്കും പഠിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ജോലി കിട്ടുമോ എന്നുള്ള വല്ല ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കേൾക്കാനാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾ കേരള ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകൻ, എല്ലാ ജില്ലയിലും ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറയുന്നത് ഇപ്പൊ നമ്മളെ ഫാൽക്കന ഫുള്ള് ക്ലാസ് എടുക്കുന്ന ഞാനാണ്. മാത്സിന്റെ ക്ലാസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സെഷൻസിനകത്ത് എല്ലാം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പൊ ഒരെണ്ണം ജോലി കിട്ടണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നിങ്ങൾ ശക്തമായിട്ട് എനിക്കൊരു ജോലി വേണം, ജോലി കിട്ടിയാലേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നലോടുകൂടി പഠിക്കുന്നവർക്കേ ജോലി കിട്ടത്തുള്ളൂ.
അത് ഞാൻ ഒരു ഉദാഹരണം, ഒരുപാട് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അവരവരുടെ ഓരോ ചരിത്രങ്ങൾ പറയും. അതിൽ ഒരെണ്ണം ഞാൻ പറയട്ടോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ ഒരു സ്റ്റുഡൻ്റാ അനുജിത്ത് എന്ന് പറയും. അപ്പൊ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ദിവസം വരുമ്പോൾ അവൻ്റെ ബസ്സിനകത്തുണ്ടായിരുന്നു. അവനെ കയറി അവനെ ബസ്സിനകത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ ക്ലാസ് ഭയങ്കര എനിക്ക് എങ്ങനെ ജോലി മേടിക്കണം സാറേ, രക്ഷപ്പെടണം സാറേ, എന്നെ കുറെ ഹെൽപ്പ് ചെയ്യണം, സാറിന്റെ ക്ലാസ് എനിക്ക് ഇഷ്ടപ്പെട്ട് കൊള്ളാൻ, നല്ല ക്ലാസ്സാണ്, കുറെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയും. അപ്പൊ ഞാനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു വീട്ടിലാരൊക്കെ ഉണ്ട് ചോദിക്കണം. അവന്റെ അച്ഛൻ കൊച്ചുനാളിലെ മരിച്ചു പോയതാ. ഓക്കെ, പിന്നെ ഒരു അനിയനുണ്ട്, അവന് ഓട്ടിസമാണ്. ഞാൻ പറഞ്ഞ് അമ്മയ്ക്ക് ഒരു അംഗൻവാടിയിലൊരു ജോലി ഉണ്ടായിരുന്നു, താൽക്കാലിക ജോലിയായിരുന്നു. അവർക്ക് ഒരു ഓപ്പറേഷന് ശേഷം ജോലി ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ അതിൻ്റെ അവസ്ഥ? അത് അപ്പൂപ്പന് പെൻഷനുണ്ട്. ഈ പെൻഷൻ പൈസ കൊണ്ട് കുറച്ച് പൈസ കിട്ടും, അത് വെച്ചിട്ടാണ് ഞങ്ങളുടെ വീട്ടിലെ കാര്യം കടന്നത്, ഭയങ്കര ബുദ്ധിമുട്ടാണ് സാർ എന്ന് പറയും. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ജോലിക്കൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ കിട്ടും. അത്രയ്ക്ക് ബുദ്ധിമുട്ടിലൂടെ വീട്ടിലെ മൊത്തം പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടിലൂടെയാണ് ഇവന്റെ 2ാമത്തെ വയസ്സിലാണ് അച്ഛൻ മരിച്ചു പോകുന്നത്. അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു പട്ടാളക്കാരനാവണമെന്നുള്ളത്. അതിൻ്റെയൊക്കെ കുറച്ച് ഡിപ്രഷനൊക്കെ ഉണ്ടായിരുന്നു, പുള്ളിക്ക് കിട്ടിയില്ല, അതിൻ്റെയൊക്കെ വിഷമത്തിലാണ് ഉണ്ടായിരുന്നു പുള്ളി. പിന്നെ ഇത് ആലോചിച്ചോളൂ, അവൻ ഈ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അവൻ പറയുന്നത് എനിക്ക് ജോലി തന്നെ വേണം സാറേ, എനിക്ക് ജോലി, എന്ത് പ്രശ്നം വന്നാലും ജോലി മേടിച്ചുകൊണ്ടേ ഞാൻ പോത്തോളൂ എന്ന് പറയും. അവന് 1-2 ഫിസിക്കലൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോയി. ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ എന്ത് ചെയ്തു? ഫിസിക്കൽ ഫെയിൽ ആയിപ്പോയി. നിങ്ങൾ ആലോചിച്ചോണം, അവൻ അവിടെ നിന്ന് നേരെ കൊല്ലത്തുള്ള പയ്യനാ, അവൻ അവിടെ നേരെ പോയത് കോഴിക്കോട് പോയിട്ട് അവിടെ ചെന്നിട്ട് ഒരു ട്രെയിനിങ് പഠിപ്പിക്കുന്നവരടുത്ത് പോയിട്ട് ഈ ഫിസിക്കൽ ട്രെയിനിങ് ചെയ്യുന്നിടത്ത് പോയി ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. ഇവിടുന്ന് അവിടെ പോയി അവൻ്റെ ഒരു ജോലി വേണമെന്നുള്ള ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവര് ശക്തിയായിട്ടുള്ള ആഗ്രഹത്തിന്റെ കാര്യമാണ് പറയാം. അവൻ അവിടുന്ന് നേരെ അവിടെ നിന്നുകൊണ്ട് ട്രെയിൻ ചെയ്ത് അവിടുത്തെ ഏറ്റവും നമ്പർ 1 സ്റ്റുഡൻ്റ് ആയിട്ട് വന്നിട്ട് നാട്ടിൽ വന്ന് ഏറ്റവും നല്ല ഫിസിക്കലാണ് ഫിറ്റായിട്ട് നാട്ടിൽ വന്നിട്ട് കുട്ടികൾക്ക് ഫിസിക്കലൊക്കെ ട്രെയിൻ ചെയ്യുന്നിടത്ത് പോയി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. മനസ്സിലായി? അവൻ രാവിലെ എണീച്ച് ഓടാനൊക്കെ പോകുമ്പോൾ വീട്ടുകാരൊക്കെ ഓരോരുത്തരൊക്കെ രാവിലെ എണീച്ച് ഓടുന്ന ഒരു കളിയാക്കൊക്കെ മൈൻഡ്. നമുക്കറിയില്ല, എപ്പോഴും എല്ലാവർക്കും നെഗറ്റീവ് മാത്രമേ വരുള്ളൂ. പിന്നെ ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല, പോയി ഓടാനും പോയി കുത്തിയിരുന്ന് പഠിച്ച് ഇപ്പൊ അവൻ 1-2 ലിസ്റ്റിനകത്തൊക്കെ ഉണ്ട് കേരള PSCയുടെ. അത് മാത്രമല്ല, ഒരു ദിവസം എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, സാറേ CSFനകത്ത് എനിക്ക് അഡ്വൈസ് ആയി സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവന് ഈ എൻ്റെ അടുത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് എന്നോട് പറയുന്നു, സാറേ എനിക്ക് മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ് സാറേ. അപ്പോൾ അവന് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവന് കണക്കുകളെല്ലാം പറഞ്ഞു കൊടുക്കുകയും ഹെൽപ്പ് ചെയ്യുകയും അവന് വേണ്ട എല്ലാ ഹെൽപ്പുകളും നമ്മൾ ചെയ്തു കൊടുത്തു. മനസ്സിലായി? അവനിപ്പോൾ ഓൾറെഡി പട്ടാളത്തിലാണ് ജോലി ചെയ്യുന്നുണ്ട്, CSFലാണ് ജോലി ചെയ്യുന്നുണ്ട്. മനസ്സിലായി? അവൻ എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് എപ്പോഴും വിളിച്ചിട്ടോ, സാറേ എനിക്കിപ്പോൾ കിട്ടിയത് ഈ ജോലി പോരാ, എനിക്ക് ഈ ഒരു ഡിഗ്രി ലെവലിലുള്ള ഇച്ചിരൂടെ ഉയർന്ന ജോലി വേണം സാറിനെ, ഞാൻ എപ്പോഴും വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കും, സാർ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറയാൻ മനസ്സിലായി? അപ്പോൾ ജോലി കിട്ടണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ട് എങ്കിൽ ജോലി കിട്ടിയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളെ ഈ അനുജിത്തിനെക്കാട്ടിലും മോശമായ സാഹചര്യത്തിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ നിങ്ങളെ മുകളിലോട്ട് വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു ചരിത്രം ആവണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ച് കാണിക്കണം. നിങ്ങൾ വിജയിച്ച് കാണിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും അടുത്ത ദിവസം നിങ്ങളുടെ തലമുറക്കാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അയലത്തുകാർക്ക് എല്ലാം ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അവന്റെ നാട്ടിൽ അവൻ മോട്ടിവേഷനാണ്. അവനെ കണ്ടോ, അവന് ജോലി കിട്ടിയല്ലോ, നീ ഇങ്ങനെ ഓടി കിടക്കുമല്ലോ, അവന് കിട്ടിയെന്ന് പറഞ്ഞാൽ അവനൊരു മോട്ടിവേഷൻ. അതുവരെ അവൻ വളരെ ലോയിൽ നീന്നൊരു മനുഷ്യനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇതേപോലെ തന്നെ ഞാൻ എടുക്കുന്ന ഒരിക്കലും ഗവൺമെന്റ് ജോലി കിട്ടാതെ ഞാൻ താടി പിടിക്കത്തില്ല എന്ന് പറഞ്ഞ് ദീക്ഷ പിടിക്കത്തില്ല പറഞ്ഞ് ഇവിടെ വരെ വളർത്തിക്കൊണ്ട് നടന്നിട്ട് ജോലി കിട്ടിയ ആളും അതേപോലെ നമ്മുടെ സ്റ്റുഡൻസാ. അതേപോലെ തന്നെ കൂടി ഇരുന്നവർക്ക് എല്ലാവർക്കും ജോലി കിട്ടി, എനിക്ക് കിട്ടില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് പഠിച്ചിട്ട് അവർക്ക് കിട്ടിയവരെക്കാട്ടൊക്കെ ഉയർന്ന ഗസറ്റ് റാങ്ക് മേടിച്ചവരും പുറത്തൊന്നും ഒരിക്കൽ പോലും ഇറങ്ങാൻ പറ്റാതെ ഒരിടത്ത് പോലും ഇറങ്ങാതെ പോയിരുന്ന് കുത്തിയിരുന്ന് പഠിച്ച് ജോലി മേടിച്ചവർ. അതെല്ലാം ഞാൻ കഥകളാണ്, ചരിത്രങ്ങളാണ്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഓരോരുത്തരെയും ചരിത്രങ്ങൾ ഓരോ കുട്ടികൾ നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന കാര്യങ്ങളാണ്. പിന്നെന്തുവാ, എന്നും ജോലി കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ കുത്തി ചോദ്യങ്ങൾ ചോദിക്കും. നിനക്ക് ഇതുവരെ ഒന്നും ആയില്ലയോ എന്ന് ചോദിച്ചവരെ വീടിന്റെ വാതിക്കെ കൊണ്ടുപോയി ജോലി കിട്ടിയതിന്റെ പോസ്റ്റർ ഒട്ടിച്ച കുട്ടികളുണ്ട്. മനസ്സിലായി? അവരൊക്കെ ഓരോ ചരിത്രങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അത് ഓരോ പ്രാവശ്യം ഓരോ വീഡിയോക്കകത്ത് നമുക്കത് നിങ്ങളെ കുറിച്ച് അവരെ കുറിച്ച് ഓരോ കഥകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയും ജോലി മേടിക്കാൻ നോക്കുക. നിങ്ങൾ എന്ത് പ്രശ്നം വന്നാലും ശരി, നിങ്ങളായിരിക്കും നിങ്ങളുടെ നാട്ടിലെ മോട്ടിവേഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ വരുന്ന PSC ജോലി വേണമെന്ന് പഠിക്കാനിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഒരു മോട്ടിവേഷൻ ആവണമെന്ന് ഇന്ന് തന്നെ തീരുമാനിച്ച് നിങ്ങൾ ഒരു ജോലി മേടിച്ച് കാണിക്കുക. എങ്കിൽ നാളെ ഒരു പക്ഷേ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ചരിത്രം ഞാൻ ഈ ക്ലാസ്സിൽ പറയും, നിങ്ങളുടെ ഈ ചാനലിലൂടെ ഞാൻ പറയും. ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ഓരോ വിദ്യാർത്ഥികൾക്കും ജോലി കിട്ടുന്നത് ഈ ചാനലിലൂടെ എനിക്ക് പറയാൻ കഴിയട്ടെ എന്നും നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും ജോലി കിട്ടട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറച്ച് ബോർ അടിച്ച് കാണുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞു തന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു പോസിറ്റീവ് എനർജി കിട്ടി കാണും, എങ്ങനെയും ജോലി മേടിക്കുക. ഒറ്റ കാര്യം ആലോചിക്കുക, എൻ്റെ നാട്ടിൽ ഞാനായിരിക്കണം മോട്ടിവേഷൻ. എൻ്റെ അഞ്ഞി PSC പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥി അവനെ കണ്ടുപിടി എന്ന് തീരുമാനിക്കണം. നിങ്ങൾ പറയിപ്പിക്കണം, നിങ്ങളായിരിക്കണം മോട്ടിവേഷൻ എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം. അതിന് നിങ്ങൾ തന്നെ സാഹചര്യം ഒരുക്കണം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വ്യക്തിയെക്കാട്ടിലും മോശം സാഹചര്യത്തിൽ പഠിക്കുന്നവരായിരിക്കും നിങ്ങൾ ഓരോരുത്തരും. ഓക്കെ, അത് നമുക്കറിയാം. അത് ചിലരുണ്ടായിരിക്കും അങ്ങനെ പഠിക്കും, ചിലപ്പോൾ നല്ല സുഖ സൗകര്യം ഉള്ളവരുണ്ടായിരിക്കും. ഓക്കെ, ഞാൻ എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ശരി, നിങ്ങൾ ജോലി മേടിച്ച് അടങ്ങത്തോളം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി തന്നെ പഠിക്കണം. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇവിടെ നോക്കിയേ, ഒരു വൃത്തത്തിനകത്തൊരു ത്രികോണം, ഇവിടെ ഒരു സമചതുരത്തിനകത്ത് ഒരു വൃത്തം, വൃത്തത്തിനകത്തൊരു സമചരം, ത്രികോണത്തിനകത്ത് വൃത്തം. എങ്കിൽ അടുത്ത വരുന്ന ഏതാന്ന് നോക്കിയാൽ ഇതിനെ നമ്മൾ പറയുന്നത് പരിവൃത്തം എന്ന് പറഞ്ഞ, ത്രികോണത്തിന്റെ പുറത്ത് വൃത്തം വരും, അതിന് പരിവൃത്തം എന്ന് പറയും. ഇത് വൃത്തത്തിനകത്താണ് സമചരം വരുന്നത്, അത് അന്തർവൃത്തം. ഇത് ത്രികോണത്തിന്റെ പരിവൃത്തം, ഇത് സമചതുരത്തിന്റെ അന്തർവൃത്തം. ഇത് സർക്കം സർക്കിളും ഇത് ഇൻസർക്കിളും എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇനി നോക്കിയേ, അപ്പൊ ഇവിടെ പരിവൃത്തം, ഇവിടെ അന്തർവൃത്തം, ഇവിടെ എന്താണ് പരിവൃത്തം. അപ്പൊ അടുത്ത് എന്ത് വരണം? അന്തർവൃത്തം വരണം. ഓക്കെ ആണല്ലോ? ഓക്കെ, യെസ്, അന്തർവൃത്തം വരണം, വൃത്തകത്ത് വരുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് A ഓപ്ഷൻ ആണ്. എന്ന് വെച്ചാൽ സമചതുരത്തിനകത്ത് വൃത്തം വരുന്ന അന്തർവൃത്തം. മനസ്സിലായല്ലോ? ഇതായിരിക്കും ഇതിന്റെ ആൻസർ, ഇൻസർക്കിൾ വരുന്നത്. ഓക്കെ, ഈ രീതി ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് വരുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മട്ടത്രികോണത്തിന്റെ രണ്ട് കോണുകൾ തുല്യമാണ്. ഒരു മട്ടത്രികോണത്തിന്റെ രണ്ട് കോണുകൾ തുല്യമാണ്. രണ്ട് കോണുകൾ തുല്യമാണ്. തുല്യമായ കോണുകൾ എത്ര? ഒരു മട്ടത്രികോണത്തിന്റെ ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. സം ഓഫ് ദി ആംഗിൾ ഓഫ് എനി ട്രയാംഗിൾ ഈക്വൽ ടു 180 ആണ്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ ഒരു ട്രയാംഗിൾ, അപ്പൊ ഈ ട്രയാംഗിളിന് ഇത് എന്ത് ത്രികോണം എന്ന് വെച്ചാൽ മട്ടത്രികോണാണെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. മനസ്സിലായല്ലോ? മട്ടത്രികോണം. അപ്പൊ ഒരു കോൺ 90 ഡിഗ്രി ആയിട്ടുള്ള ത്രികോണത്തെ നമ്മൾ വിളിക്കുന്നവരാണ് മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഓക്കെ, അപ്പൊ ഇത് 90. ത്രികോണത്തിന്റെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 180. ഇത് 90 ആണ്. ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? ഈ രണ്ടുകൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 90 കിട്ടണം. എന്നാലേ 90 കൂടുമ്പോൾ 180 ഡിഗ്രി കിട്ടത്തുള്ളൂ. അപ്പൊ ഇത് 90, ഇത് രണ്ടുകൂടെ കൂടുമ്പോൾ 90 കൂടുമ്പോൾ 180 കിട്ടും. അപ്പൊ ഇത് 90 ആണെങ്കിൽ ബാക്കി രണ്ടുകൂടെ കൂടുമ്പോൾ 90. ആ രണ്ട് മനസ്സിലായല്ലോ? ഒരു മട്ടത്രികോണത്തിന്റെ രണ്ട് കോണുകൾ തുല്യമാണെന്ന് പറയുന്നുണ്ട്. ഒരു മട്ടത്രികോണത്തിന്റെ രണ്ട് കോണുകൾ തുല്യമായി വരണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് മട്ടകോണാവത്തില്ല, റൈറ്റ് ആംഗിൾ ആവത്തില്ല. ഒരു കോൺ 90 ആണ്, അടുത്ത കോൺ കൂടെ വരുമ്പോഴത്തേക്ക് 90 180 ആയി. അപ്പൊ മൂന്നാമത്തെ കോണിന് അവിടെ സ്പേസ് ഇല്ല. അപ്പൊ മൂന്ന് കോണും കൂടെ ചേർന്നാലും ഒരു ത്രികോണത്തിന് 3 കോണുകൾ വരും. അപ്പോൾ നിങ്ങൾ ചിലപ്പോ അറിഞ്ഞൂടാത്തൊരു ചോദ്യം ചോദിച്ചേക്കാം, സാറേ ഈ മട്ടകോൺ തന്നെ തുല്യമായി ഒന്നുകൂടെ എന്ന് വെച്ചാൽ ഒരു കോൺ 90 ആണെങ്കിൽ അടുത്ത കോൺ 90 തരുമ്പോൾ 90 180 ആവും. ത്രികോണത്തിന്റെ കോണുകളുടെ തുക 180, മൊത്തത്തിൽ 180 വരാൻ പറ്റത്തുള്ളൂ. ഇവിടെ രണ്ടെണ്ണം തന്നെ 180 ആയി വരുന്ന ഒരു സാഹചര്യം വരും. ഒറ്റ കാര്യം ആലോചിക്കുക, ഒരു കോൺ 90 ഡിഗ്രി വന്നാൽ മറ്റ് രണ്ട് കോണും കൂടെ കൂട്ടുമ്പോൾ 90 വരും. അത് തുല്യമാണെന്ന് പറഞ്ഞേക്കാം. അപ്പൊ 90ന്റെ പകുതി എടുത്താൽ മതി. ആൻസർ 45 ഡിഗ്രി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. 45 ഡിഗ്രി ഡി ഓപ്ഷൻ ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. 3/8 ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 8/3 കിട്ടി എങ്കിൽ ഏത് സംഖ്യ കൊണ്ടാണ് ഹരിച്ചത്? ഓക്കെ ആണല്ലോ? 3/8 ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ എന്ത് കിട്ടി? 8. അപ്പൊ നമുക്ക് നോക്കാം. 3/8 ഏതോ ഒരു സംഖ്യ കൊണ്ട് x കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 8/3 എന്ന് കിട്ടി. 8/3. 3/8 ഏതോ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടിയോ? 8/3 കിട്ടി. നോക്കിയേ, എക്സിന്റെ താഴെ എന്തുണ്ട്?
ഒരു എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഏത് നമ്പർ എഴുതിയാലും അതിന്റെ താഴെ ഒരു ഒന്നുണ്ട്. ഇപ്പൊ 5 എന്ന് എഴുതിയ 5/1 എന്നാ, എ എന്ന് എഴുതിയ A/1, ഏത് നമ്പർ എഴുതിയാലും അതിന്റെ താഴെ ഒരു ഒന്നുണ്ട്. അപ്പൊ എക്സിനെ കൊണ്ട് ഹരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നമ്പർ ഏതാണെന്ന് അറിയത്തില്ല, അതിന് എക്സ് എന്ന് കൊടുത്തു. അപ്പൊ 3/8 എക്സ് കൊണ്ട് ഹരിച്ചപ്പോ 8/3 ഉണ്ട്. അപ്പൊ എക്സിന്റെ താഴെ ഒന്നുമില്ല, എന്തുകൊണ്ട്? ഒരു ഒന്നുണ്ട്. ഒരു ഭിന്നസംഖ്യ ഹരിക്കാൻ വന്നാൽ തിരിച്ചിട്ട് ഗുണിക്കണം. ഭിന്നസംഖ്യ ഹരിക്കാൻ വന്നാൽ തിരിച്ചിട്ട് ഗുണിക്കും. അപ്പൊ എന്താ 3/8 തിരിച്ചിടുമ്പോൾ 1 മേളിടുമ്പോൾ എക്സ് താഴെ 3. മനസ്സിലായല്ലോ? ഈക്വൽ ടു എന്ത് കിട്ടി? 8/3 എന്ന് കിട്ടി. 8/3 നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സിന്റെ വിലയാ. എക്സിന്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ആ എക്സ് മാത്രം അവിടെ നിലനിർത്തി ബാക്കി എല്ലാ സമത്തിനപ്പുറം പോകണം. പിന്നെ എക്സ് എവിടെ നിൽക്കണം വെച്ചാൽ മുകളിൽ നിൽക്കണം. ഇവിടെ എക്സ് എവിടെ കിടക്കുന്നത്? താഴെയാണ് കിടക്കുന്നത്. അപ്പൊ മുകളിൽ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം? ഈ വരയുടെ താഴെയാണ് എക്സ് കിടക്കുന്നത്. ഹരിച്ചു വെക്കും, അപ്പുറത്ത് പോകുമ്പോൾ ഗുണിക്കണം, മേളിൽ പോകണം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? നോക്കിയേ, 3 × 1 3 ഡിവൈഡഡ് ബൈ 8. 1 × 3 3 ഡിവൈഡഡ് ബൈ 8. ഈ എക്സ് താഴെ കിടക്കുക, ഇപ്പുറത്തെ ഹരിച്ചു വെക്കുക, സമത്തിനപ്പുറം പോകുമ്പോൾ ഗുണിക്കണം. സമത്തിനപ്പുറം പോകുമ്പോൾ മേളിലോട്ട് പോകും, എക്സ് മേളിലോട്ട് പോകും. അപ്പൊ എന്തുണ്ട്? എക്സ് ഇൻറ്റു ഇവിടെ മേളിൽ എന്തുണ്ട്? 8 × 3 നടപ്പ്, 8/3 നടപ്പുണ്ട്. മനസ്സിലായോ? ഇവിടെ താഴെ കിടന്ന എക്സ് ഞാൻ ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഉണ്ട് 1 × x 1 × 3 3 8 താഴെ എഴുതി. 8 × x ആണ്. എക്സ് ഇവിടെ കിടപ്പ്, എക്സ് നമ്മൾ അങ്ങ് അപ്പുറത്തുണ്ടാവും, അപ്പുറത്തൊന്നും കിടപ്പുണ്ട്, 8/3 നടപ്പുണ്ട്. വരയുടെ താഴെയാണ് എക്സ് കിടക്കുന്നത്. ഇത് ഹരിച്ചൊക്കെ അപ്പുറത്തുമ്പോൾ ഗുണിക്കണം, ഇൻറ്റു 3 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ? സോറി, ഇൻറ്റു എക്സ് എന്ന് എഴുതി. ഇൻറ്റു 3 അല്ല, എക്സ്, ഈ എക്സ് ഇപ്പുറത്ത് വരുമ്പോൾ ഇൻറ്റു എക്സ് എന്ന് എഴുതി. കണ്ടുപിടിക്കേണ്ട എക്സ് മാത്രം അവിടെ നിലനിർത്തി, ബാക്കി ഇപ്പുറം. കാര്യം എന്താ? താഴെ കിടന്ന എക്സ് മേളി വരണം. അപ്പൊ എന്താണ്? ഇതിനെ ഇങ്ങനെ സമത്തിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. അപ്പൊ എങ്ങനെ കൊണ്ടുവരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3/8 വരയുടെ താഴെയാ 3 കിടക്കുന്നത്. സമത്തിനപ്പുറത്ത് ഹരിച്ചേക്ക് ഇപ്പുറത്ത് വരുമ്പോൾ ഗുണിക്കണം, ഇൻറ്റു 3. വരയുടെ മേളിലാണ് 8 കിടക്കുന്നത്, അത് ഗുണിച്ചേക്ക് ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കണം, ഡിവൈഡഡ് ബൈ 8 ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 8. ഓക്കെ ആണല്ലോ? ഓക്കെ, 3 × 3 9, 8 × 8 64, 64 ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം. മനസ്സിലായോ? 3 × 3 9, 8 × 8 64, 9/64 ഈക്വൽ ടു എക്സ് എന്ന്. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് വെച്ചാൽ 9/64 എന്ന് കിട്ടും. മനസ്സിലായോ? 9/64. ഡി ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഒറ്റ കാര്യം ആലോചിക്കുക, 3/8. 3/8 ഏതോ ഒരു നമ്പർ, ആ നമ്പറിനെ എക്സ് എടുത്ത് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 8/3 എന്ന് കിട്ടി. ഇപ്പൊ എല്ലാ നമ്പറിന് താഴെ ഒന്നുണ്ടാണ്ട് എക്സിന്റെ താഴെ ഒരു 1 കൊടുത്തു. ഇത് ഹരിക്കാനുള്ള, ഇത് ഒരു ഭിന്നസംഖ്യ ഹരിക്കാൻ വന്നാൽ തിരിച്ചിട്ട് ഗുണിക്കണം. കാര്യം എന്താ? ഇതൊരു ഭിന്നസംഖ്യ, ഇത് ഹരിക്കാൻ ഇവിടെ നമ്പർ വരുമ്പോൾ അതിനെ തിരിച്ചിട്ട് ഗുണിക്കുക. തിരിച്ചിട്ട് അപ്പൊ എക്സ് 1 മേളിൽ പോയി എക്സ് താഴെ വന്നു, അപ്പൊ ഹരണച്ചിഹ്നം മാറ്റി ഗുണനച്ചിഹ്നമാക്കി, ഈക്വൽ ടു ഇപ്പുറത്തെ 8/3 എന്ന് കൊടുത്തു. നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ് ആയതുകൊണ്ട് എക്സിനെ മാത്രം അവിടെ നിലനിർത്തുക. താഴെ കിടക്കുന്ന എക്സ് ഇപ്പുറത്ത് വരുമ്പോൾ മേളിൽ പോകും. മനസ്സിലായല്ലോ? 8/3 ഇപ്പുറത്ത് ഗുണിച്ചേക്കുന്ന ഇപ്പുറത്തെ തിരിഞ്ഞു വീഴും. തിരിഞ്ഞു വീഴുന്ന 3 മേളിലും വരും, 8 താഴെ ഉണ്ട്. 3 മേളിലും പോയി 8 താഴെ വന്നു. കണ്ടുപിടിക്കേണ്ട എക്സ് മാത്രം മേളിൽ സേഫ് ആയിട്ട് വന്ന് നിന്നു. ഓക്കെ ആണല്ലോ? നോക്കിയേ, 3 എത്ര കിട്ടി? 3 9, 8 × 8 എത്ര കിട്ടിയോ? 64 എന്നുള്ള ഉത്തരം കിട്ടി. 64. ഓക്കെ ആണല്ലോ? അപ്പൊ എക്സിന്റെ വാല്യൂ 9/64 എന്നുള്ള ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയേ, 3/3, 5/5 അല്ല 3/3, 5/5, 7/7. ഓക്കെ, 3/3, 5/5, 7/7. ഇതിനെ എത്ര കൊണ്ട്? ഇവയെ 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്ന് വെച്ചാൽ 2 കൊണ്ട് ഹരിച്ചാൽ ഒന്നുമില്ല, ഒറ്റ കാര്യം മാത്രമേ വിളിക്കുക. ഇതിനെ 3നെ എത്ര ശേഷം? 3 9 9 3 27. മനസ്സിലായല്ലോ? അടുത്തൊക്കെ 5 5 25 25 × 5 125, 9 9 81 81 × 7 7 49 49 × 340 ഇങ്ങനെ പോകും. ഇതൊന്നും നോക്കണ്ട, നിങ്ങൾ ഒറ്റ കാര്യം നോക്കിയാൽ ഇവിടെ കിടക്കുന്ന നമ്പർ, താഴെ കിടക്കുന്നത് എന്താണ്? ഓഡ് നമ്പർ അല്ലേ ഉള്ളൂ? 3 എന്ന് പറഞ്ഞ ഓഡ് നമ്പറാ. ഈ 3നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 1 2 2 ശിഷ്ടം 1 വരും. ഓക്കെ ആണോ? 3 2 ചേർച്ചാൽ ശിഷ്ടം 1 വരും. ഓക്കെ ആണല്ലോ? 5നെ 2 ചേർച്ചാൽ ഈ 2 4 ശിഷ്ടം 1 വരും. 7നെ 2 ചേർച്ചാൽ 3 2 6 ശിഷ്ടം 1 വരും. നോക്കിയേ, ഇവിടെ എല്ലാ ശിഷ്ടം വരുന്നത് 1 ആണ്. ഇവിടെ എല്ലാം വരുന്ന ശിഷ്ടം 1 ആണ്. ഓക്കെ, അപ്പൊ ഒറ്റ കാര്യമുള്ളൂ, ഒറ്റ സംഖ്യയെ 2 ചേർച്ചാൽ, ഓഡ് നമ്പറിനെ 2 ചേർച്ചാൽ ശിഷ്ടം 1 ആയിരിക്കും. ഈവൻ നമ്പർ ആണെങ്കിൽ ശിഷ്ടം 0 ആയിരിക്കും. ഈവൻ നമ്പർ 2 ചേർച്ചാൽ ശിഷ്ടം 0വും, ഓഡ് നമ്പർ 2 ചേർച്ചാൽ ശിഷ്ടം 1 ആയിരിക്കും. മനസ്സിലല്ലോ? ഇരട്ട സംഖ്യയെ 2 ചേർച്ച ശിഷ്ടം 0 ആയിരിക്കും. ഒറ്റ സംഖ്യയെ 2 ചേർച്ചാൽ ശിഷ്ടം 1 ആയിരിക്കും. അപ്പൊ ഇവിടെ എല്ലാം ഒറ്റ സംഖ്യയാണ്. 3 5 7 ഒറ്റ സംഖ്യയാണ്. അതിന് 2 ചേർച്ച ഇവിടെ എല്ലാ ശിഷ്ടം എത്ര വരത്തുള്ളൂ? 1 വരത്തുള്ളൂ. നമ്മുടെ ആൻസർ എ. പക്ഷെ ഒറ്റ കാര്യം ആലോചിച്ചു, അത് ഒറ്റ സംഖ്യ ആണോ 2 ചേർച്ച ഇഷ്ടം 1, ഇരട്ട സംഖ്യ ആണോ 2 ചേർച്ച ഇഷ്ടം 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം, അപ്പൊ ഇവിടെ എല്ലാം തന്നിരിക്കുന്ന ഒറ്റ സംഖ്യയാണ്, പിന്നെ പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ട, ശിഷ്ടം 1 തന്നെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 9 ഇന്നിങ്സിലായി ശരാശരി 36 റൺസ് എടുത്തിട്ടുണ്ട്. അടുത്ത 2 ഇന്നിങ്സിലൂടെ ആകെ എത്ര റൺസ് എടുത്താലാണ് ശരാശരി 40 ആകുക? ഇതാണല്ലോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, ഒറ്റ കാര്യമുള്ളൂ. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ തന്റെ 9 കളിയുടെ ശരാശരി എത്ര എടുത്തു? 9 കളി ഉണ്ടാവുന്ന 9 കളിയുടെ എടുത്തേക്കുന്ന അയാളുടെ ശരാശരി എന്ന് വെച്ചാൽ 36. എങ്ങനെ അയാളുടെ തുക കണ്ടുപിടിക്കാം? ശരാശരിയാണ് 36, എണ്ണമാണ് 9. അപ്പൊ സം കണ്ടുപിടിക്കാൻ കേസ് എന്ന് വെച്ചാൽ ആവറേജ് ഇൻറ്റു നമ്പർ, നമ്പറിനെ ആവറേജ് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് സം കിട്ടുന്നത്. അപ്പൊ നോക്കാം, 36 ഗുണം 9 നോക്കാം. 36 ഗുണം 9, ഓക്കെ, 360. 324 വരും, 324 വരും, 324 അല്ലേ? 324. ഓക്കെ, 36 ഗുണം 9 അല്ലേ? 324 വരും. 10 300, 360. ഓക്കെ, 324. യെസ്. ഇനി എന്താണ് അടുത്ത എത്ര കളിയാ? 40 എത്ര? അടുത്ത 2 കളിയിലൂടെ എടുത്തിട്ട് അടുത്ത 2 ഇന്നിങ്സിലായി ആകെ എത്ര റൺസ് എടുത്താലാണ് അടുത്ത 2 ഇന്നിങ്സിലായിട്ട് എത്ര റൺസ് എടുത്താലാണ് ശരാശരി 40 ആകും? ഓക്കെ ആണല്ലോ. അപ്പൊ വീണ്ടും ഇവിടെ ആവറേജ് ഇൻറ്റു നമ്പർ ആണല്ലോ സം എന്ന് പറയുന്ന ആവറേജ്. ഇപ്പൊ 9 കളി കളിച്ചു. ഞാൻ അടുത്ത എത്ര? 2 കളി. അപ്പൊ മൊത്തത്തിൽ 11 കളി. 11 ഇൻറ്റു എത്ര കിട്ടി? 40. 11 ഇൻറ്റു 40. ഓക്കെ ആണല്ലോ. 11 4 44, 440 റൺസ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് കിട്ടി. 9 കളിയിലൂടെ അയാൾ ആകെ എടുത്തേക്കുന്ന റൺസ് 324 റൺസ് ആണ്. 11 കളിയിലൂടെ അയാൾ എത്ര എടുക്കണം? 440 റൺസ് എടുത്താലേ ഈ പറഞ്ഞ ശരാശരിയായ 40 വരത്തുള്ളൂ. മനസ്സിലായല്ലോ? 9 കളിയിലൂടെ അയാൾ എത്ര? 326 റൺസ് എടുത്തു. 11 കളിയിലൂടെ എത്ര എടുക്കണം? 440 റൺസ് എടുത്താലേ ഈ പറയുന്ന 40 ശരാശരി വരത്തുള്ളൂ. അപ്പൊ എന്താണ്? 9 കളി വരെ അയാൾ 327 എടുത്തു. 11 കളിയായപ്പോ അത് 440 ആയി എന്നല്ലേ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ചെയ്യേണ്ടത് ബാക്കിയുള്ള ഈ 2 കളിയിലൂടെ എത്ര റൺസ് എടുക്കണമെന്ന് അറിയാൻ 440 നിന്ന് എന്ത് കുറച്ചാൽ മതി? 324 കുറച്ചാൽ മതി. 324 കുറച്ചാൽ മതി. 10 ന്ന് 4 കുറച്ചാൽ 6. ഓക്കെ ആണല്ലോ. ബാക്കി ഇവിടെ 3 ആണുള്ളത്. 3 ന് 2 കുറച്ചാൽ 1. ഓക്കെ, ബാക്കി 3 ന് 4 ന് 3 കുറച്ചാൽ 1 കിട്ടും. ആൻസർ 116. എത്ര റൺസ് അടിക്കണം? 116. എ ഓപ്ഷനാണ് ആൻസർ. 116 റൺസ് അടിക്കേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ തന്റെ 9 കളി കൊണ്ട് എത്ര റൺസ് അടിച്ചു? ശരാശരി 36 റൺസ് അടിച്ചു. എങ്കിൽ 9 × 36 324 റൺസ് ആണ് അയാൾ 9 കളി കൊണ്ട് അടിച്ചത്. ഇനി 2 കളിയൂടെ ചേരുമ്പോൾ അപ്പൊ 11 കളിയായി. ശരാശരി എത്ര വേണം? 40 പറഞ്ഞു. അപ്പൊ 11 × 40 440 റൺസ് എന്നിട്ട് 440. ഓക്കെ ആണല്ലോ. എങ്കിൽ 440. ഈ 440 എന്ന് പറയുമ്പോൾ 440 മൈനസ് 324. അപ്പൊ ഈ 440 11 കളിലൂടെ അടിക്കണം. 9 കളിലൂടെ 326 റൺസ് അടിക്കണം. അപ്പൊ ഇവ നമ്മുടെ ഡിഫറൻസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്. അയാള് അടുത്ത 2 കളിലൂടെ അടിച്ചിരിക്കുന്നത്. 9 കളി വരെ 327. 11 440 അയാൾ മറ്റുള്ള 2 കളിലൂടെ എത്ര? 116 റൺസ് അടിച്ചിട്ടുണ്ട്. ആ 116 റൺസ് അടിച്ചാൽ മാത്രമേ എന്തെത്തത്തുള്ളൂ? ശരാശരി 40 എത്തും. നമ്മൾ ശരാശരി 40 അങ്ങ് ഇട്ട് കൊടുത്തു. അപ്പൊ എത്ര വേണം? 440 വേണം. അപ്പൊ എത്ര റൺസിന്റെ വ്യത്യാസം വേണം? 116 റൺസിന്റെ വ്യത്യാസം വേണം. അപ്പൊ 2 കളിലൂടെ അയാൾ 116 റൺസ് അടിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ. ഓക്കെ, യെസ്. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4x = 1024 ആയാൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് 4x - 1ന്റെ എണ്ണം എത്രയാണ്? 4x - 1 എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. നിങ്ങൾ നോക്കണം, സമത്തിന് അപ്പുറവും ഇപ്പുറവും ഉള്ള സംഖ്യകളുടെ ബേസുകൾ തുല്യമായാൽ മുകളിൽ കിടക്കുന്ന പവറുകൾ തുല്യമായിരിക്കും. നമുക്ക് ഇവിടെ വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4x - 1 ആണ് വേണ്ടത്. 4x - 1 വേണം. ഈ 4x - 1 വേണമെങ്കിൽ എക്സിന്റെ വില എത്രയാണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊണ്ടിട്ട് കൊടുത്താൽ മതി, പരിപാടി കഴിഞ്ഞു. എക്സ് എത്രയാണെന്ന് അറിയെങ്കിൽ ഇവിടെ കൊണ്ടിട്ട്, പക്ഷെ അവർ എക്സ് എത്രയാണെന്ന് അറിയുന്നില്ല. പക്ഷെ നമ്മൾ എക്സിന്റെ വില കണ്ടുപിടിക്കണം. അത് എങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ചാൽ ഞാൻ പറയാം, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഈ എക്സിന്റെ വില കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? സമത്തിന് അപ്പുറമുള്ള സംഖ്യകളുടെ ബേസുകൾ തുല്യമായാൽ മുകളിൽ കിടക്കുന്ന പവറുകളും തുല്യമായിരിക്കും. ബേസ് എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന 4, ഇവിടുത്തെ 1024. അപ്പുറം ഇപ്പുറം തുല്യമാണ്. ഇവിടുത്തെ ബേസ് 4, ഇവിടുത്തെ ബേസ് 1024. തുല്യമല്ല. തുല്യമാണെങ്കിൽ മേളിൽ കിടക്കുന്ന എക്സിന്റെ വിലയായിരിക്കും ഇപ്പുറത്ത് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ചെയ്യാം എന്ന് വെച്ചാൽ ഇവിടെ 4 ആയതുകൊണ്ട് ഇതിന്റെയും ബേസ് അങ്ങ് 4 ആക്കണം. 4 ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങ് ഡയറക്റ്റ് എഴുതുക, എന്നിട്ട് ഞങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, 4x = എന്ന് പറഞ്ഞാൽ 1024നെ നമുക്ക് എന്ത് തരാം? 4:5 എന്ന് എഴുതാം. 4:5 എന്ന് എഴുതാം.
4:5 എന്ന് പറയുന്നതാണ് 1024. അപ്പൊ നിങ്ങൾ പറയും ഞങ്ങൾ ഇതെങ്ങനെ 4:5 ആണ് 1024 എന്ന് എഴുതുന്നതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ലാതെ എത്രയേ ഉള്ളൂ, 1024-നെ 4 വെച്ച്, ഇവിടുത്തെ ബേസ് 4 അല്ലയോ, അപ്പൊ ഇവിടെ 4 ആക്കാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്താ, 4 രണ്ടിടത്ത് ഒരെണ്ണം ആക്കാനും വേണ്ടി 4 വെച്ചിരിക്കേണ്ട. 4 വെച്ചിരിക്കുമ്പോൾ 24 8 ശിഷ്ടൻ 2 I4 20 ശിഷ്ടൻ 2 6 4 24. വീണ്ടും 4 വെച്ചു, 6 4 24 4 16. വീണ്ടും 4 വെച്ചു. ഓക്കെ, ഒരു 4 4 6 4 24. 4 വെച്ച് 4 16. 4 16 16 ഗുണം 4 64 64 ഗുണം 4 256 256 ഗുണം 4 1024. 1 2 3 4 5. 4-നെ 5 പ്രാവശ്യം എഴുതി ഗുണിക്കുന്നതാണ്. 4-നെ 5 പ്രാവശ്യം എഴുതി ഗുണിക്കുന്നതാണ് 1024. അപ്പൊ നമുക്ക് എന്ത് എഴുതി, അങ്ങനെയാണ് ഞാൻ ഇതെന്താ 4:5 എന്ന് എഴുതി. അപ്പൊ എന്താണ്, ഇവിടെയും ബേസ് 4 ഇവിടെയും ബേസ് 4 എങ്കിൽ മേളിൽ കിടക്കുന്ന പവർ ആയ എക്സിന്റെ വാല്യൂ 5 എന്ന് കിട്ടി. എക്സിന്റെ വാല്യൂ എത്ര കിട്ടിയോ, 5. അപ്പൊ എക്സിന്റെ വില കിട്ടി 5 എന്ന്. പക്ഷെ നമ്മുടെ ഫൈനൽ ആൻസർ ആയില്ല. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ 4:x-1 വില എത്രയാണെന്ന് ചോദിക്കുക. 4:x-1 വില എത്ര? അപ്പൊ നമുക്ക് ഇതിങ്ങനെ എഴുതാം, 4:, എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ 5 5 - 1. അപ്പൊ 4:5 1 കുറച്ച് എത്ര കിട്ടിയോ, 4 4:4 4 16 16 ഗുണം 4 67 67 ഗുണം 4 256. 4-നെ 4 പ്രാവശ്യം എഴുതി ഗുണിക്കാനാ പറഞ്ഞേക്കണേ. 4-നെ 4 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ 256 4 × 4 × 4 × 4 256 എന്നുള്ള ആൻസർ കിട്ടും. നമ്മുടെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഓപ്ഷൻ ആണ്. 256 എന്നുള്ള ആൻസർ ആണ് നമുക്ക് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, ഇത്രയും കാര്യമുള്ളൂ. അപ്പൊ 4 16 67 256 1024 എന്ന് വെച്ചാൽ 4:5 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് 1024. ഇനി എന്തുവാ, ഇത് 2-ന്റെ പവർ ആയിട്ട് എഴുതിയല്ലോ. 2:10 ആണ്. 2:10 ആണ് 1024 കേട്ടോ. 2:10 എന്ന് പറയുന്നതാണ് 1024. അതേപോലെ 4:5 എന്ന് പറയുന്നതും 1024. ഓക്കെ ആണല്ലോ? ഓക്കെ, സാധാരണ 2 പവർ വെച്ചിട്ടാണ് ചോദിക്കാറുള്ളത്. ഇവിടെ 4-ന്റെ 2 ബേസ് ആയിട്ടാണ് ചോദിക്കാറുള്ളത്. ഇവിടെ 4 ബേസ് ആയിട്ട് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെ, സംഭവം ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ ഓക്കെ പഞ്ചഭുജം 108 ഡിഗ്രി, നവഭുജം എത്ര? ഓക്കെ ഓക്കെ പഞ്ചഭുജം. ഓക്കെ, പഞ്ചഭുജം എന്ന് വെച്ചാൽ 5 വശങ്ങളുള്ളതാണ് പഞ്ചഭുജം. അതിന്റെ കോൺ ഒരു ആംഗിൾ എന്നിട്ട് 108 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് എന്ത് പഞ്ചഭുജമാന്ന് വെച്ചാൽ പഞ്ചഭുജം മനസ്സിലായി? റെഗുലർ പെന്റഗൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. റെഗുലർ പെന്റഗൺ. ഓക്കെ ആണല്ലോ? ഓക്കെ, പഞ്ചഭുജം റെഗുലർ പെന്റഗൺ. അതിന്റെ കോണാണ് 108 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, എങ്കിൽ നവഭുജം എന്ന് വെച്ചാൽ എത്ര? 9 വശമുള്ള 9 വശം. ഓക്കെ, ഈ നവഭുജത്തിന്റെ കോൺ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കണം. ഇവിടെ നവഭുജം 9 വശമുള്ളതാണല്ലോ. അപ്പൊ ഇതിന്റെ കാണുന്നത് എങ്ങനെ കണ്ടുപിടിക്കാൻ? 2 രീതി ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ശകലം സ്റ്റെപ്പൊക്കെ ഉള്ള ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുന്ന സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, അത് കൂടാതെ ഇത് ഇങ്ങനൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റും. ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് കട്ട് ട്രിക്ക് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അത് കാര്യം എന്ന് വെച്ചാൽ ഇത് ഞാൻ പറയും, ഇതെല്ലാം പാഠപുസ്തകത്തിനകത്ത് ക്വസ്റ്റ്യനാണ്. പാഠപുസ്തക ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇത് 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആണ്. 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആണ്. 1 2 3 5 4 ബഹുഭുജങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. മനസ്സിലല്ലേ? പോളിഗൺസ് 4ാമത്തെ ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു. 1 2 3 ഓക്കെ 4 ഓക്കെ 4ാമത്തെ ചാപ്റ്റർ ആണ്. പുതിയ പുസ്തകം മാറി വന്ന പുസ്തകത്തിനകത്ത് 4ാമത്തെ ചാപ്റ്റർ ആണ് ബഹുഭുജങ്ങൾ അല്ലെങ്കിൽ പോളിഗൺസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിനകത്തെ ഒരു ക്വസ്റ്റ്യൻ ആണിത്, 8ാം ക്ലാസ്സിലെ. അപ്പൊ അതിനകത്ത് ഇത് എങ്ങനെ പറയുന്നത് വെച്ചാൽ പോളിഗൺസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ ഉണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു സമബഹുഭുജത്തിന്റെ ഓരോ കോണും ഓരോ ആന്തര കോണും അല്ലെ ഇന്റേണൽ ആംഗിളും മനസ്സിലല്ലോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. n - (n-2) × 180 ഡിവൈഡഡ് ബൈ n. ഇതാണ് ഒരു സമബഹുഭുജത്തിന്റെ ഓരോ ഇന്റേണൽ ആംഗിൾ കണ്ടുപിടിക്കൽ ഇക്വേഷൻ ആണ് n-2 × 180 ഡിവൈഡഡ് ബൈ n. ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇത് വെച്ച് നിങ്ങൾ ചെയ്യേണ്ട, ഇത് കുറച്ച് സ്റ്റെപ്പുകളുടെ എണ്ണം കൂടുതലായിരിക്കും. സ്റ്റെപ്പുകളുടെ എണ്ണം കുറച്ചുള്ള രീതിയിൽ ഞാൻ എളുപ്പം ഒരു ഷോർട്ട് കട്ട് രീതി ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്കിത് സംഭവം സത്യം ആദ്യം നോക്കാം. പഞ്ചഭുജം 5 വശമുള്ള. അപ്പൊ നമുക്ക് നോക്കാം. n-ന്റെ വാല്യൂ 5 5 - 2 × 180 ഡിവൈഡഡ് ബൈ 5. 5 2 കുറച്ചാൽ 3 3 × 180 ഡിവൈഡഡ് ബൈ 5. ഇവിടെ വെട്ടാം. ഒരു 5 5 3 5 15 6 5 30. ഓക്കെ ആണല്ലോ? 3 6 18 8 ഇഷ്ടം 3 9 12 108 ഡിഗ്രി ഉണ്ട്. 108 ഡിഗ്രി എന്നാ പറഞ്ഞത്. മനസ്സിലായോ?
അപ്പൊ ഒരു സമപഞ്ചഭുജത്തിന്റെ അകത്തെ കോണം എന്ന് വെച്ചാൽ 108 ഡിഗ്രി. അപ്പൊ ഇത് നമുക്ക് വേണ്ട എങ്കിൽ നമുക്ക് നോക്കാം ഇതിനെ കണ്ടുപിടിക്കാൻ എന്താ നവഭുജം അല്ലേ ചോദിച്ചത്. നവഭുജം ആകുമ്പോൾ എന്താ എന്നിന്റെ വാല്യൂ 9 9 - 2 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ എന്നിന്റെ വാല്യൂ 9 എന്ന് കൊടുക്കുക. എന്നിന്റെ വാല്യൂ 9 എന്ന് കൊടുക്കുക. ഓക്കെ ആണല്ലോ. 9 2 കുറച്ച് എത്തിട്ടോ 7 7 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 9. ഓക്കെ, ഒരു 9 9 ഈ 9 18 ഈ 7 14 0 എത്ര കിട്ടി 140 ഡിഗ്രി എന്നുള്ള ഉത്തരം കിട്ടും. 140 ഡിഗ്രി ഡി ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. 140 ഡിഗ്രി. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ പ്രകാരം n - 2 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ n. അപ്പൊ എന്നിന്റെ വാല്യൂ 9 9 - 2 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 9 9 2 കുറയ്ക്കുമ്പോൾ 7 7 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 9 എന്ന് കിട്ടും. 8 9 18 18 7 14 140 കിട്ടും. ഇത് നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് വേണമെങ്കിൽ ഇങ്ങനെ അങ്ങ് ചെയ്യാം. n - 2 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് വേണം നമുക്ക് ചെയ്യാം. ഇനി ഇത് കൂടാതെ മറ്റൊരു കാര്യം ഇവിടെ ഉണ്ട് ഇതിനകത്ത്. ഇത് കൂടാതെ ചെയ്യുന്ന മറ്റൊരു കാര്യം നോക്കിക്കൂ. നമ്മള് ശ്രദ്ധിച്ചോ, ഒരു ബഹുഭുജം വരയ്ക്കുക. ശ്രദ്ധിച്ചോണേ, ഒരു ബഹുഭുജം എടുത്തു. ഇതൊരു ബഹുഭുജം. ഇതിന്റെ എല്ലാം അകത്ത കോണുകളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ്. അകത്ത കോണുകളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് n - 2 ഇൻറ്റു 180. അകത്ത കോണുകളുടെ തുക. നേരത്തെ നമ്മൾ n - 2 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ n എന്ന് വെച്ചാൽ അകത്ത് റെഗുലർ പോളുകളുടെ ഓരോ കോണും കണ്ടുപിടിക്കുന്നത്. തുല്യമായിട്ടുള്ള കോണുകളായിരിക്കും അതിൽ ഓരോന്നും കണ്ടുപിടിക്കുക. റെഗുലർ എന്ന് വെച്ചാൽ വശങ്ങളും കോണുകളും എല്ലാം തുല്യമായിട്ടുള്ള പോളുകൾ അല്ലെങ്കിൽ ബഹുഭുജത്തെ വിളിക്കുന്നതാണ് റെഗുലർ പോളുകൾ അല്ലെങ്കിൽ സമബഹുഭുജം എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കുക ഇക്വേഷൻ n - 2 ഇൻറ്റു 180 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കും. അത് n - 2 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ n കൊടുത്താൽ ഓരോന്നും കിട്ടും. n - 2 ഇൻറ്റു 180 മാത്രം കൊടുക്കുകയാണെങ്കിൽ അകത്തുള്ള എല്ലാവിടെ കൂട്ടുന്ന കിട്ടും. അകത്തുള്ള കോൺ എല്ലാവിടെ കൂട്ടുന്നത്. ഇപ്പൊ നോക്കിയേ, ത്രികോണം. ഇതിനകത്ത് കോണുകളുടെ തുക എന്ന് വെച്ചാൽ 180. ഇതിന്റെ സം എന്ന് വെച്ചാൽ 180. ഇതിനകത്ത് എന്ന് വെച്ചാൽ എത്ര 360 ആണ്. മനസ്സിലായല്ലോ. ഓക്കെ, 360. ഓക്കെ, 4 ആകുമ്പോൾ 4 വശം ഉള്ളത് നോക്കിയേ, 4 5 വശം. 1 2 3 4 5. ഇത് 540 വരും. ഓക്കെ ആണല്ലോ. 540 ഇങ്ങനെ പോകും. 180 360 540 ഇങ്ങനെ പോകും. പക്ഷേ ഇതെല്ലാം അകത്ത കേസാ. അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ് n - 2 ഇൻറ്റു 180. ഇതിന്റെ ബേസ് അറിയാതുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പടമൊന്നും വരെ ചെയ്യാതെ നിങ്ങൾക്ക് എളുപ്പം ചെയ്യും. ആ ബേസാ പറഞ്ഞുതരാൻ പോകുന്നത്. നോക്കിക്കോ, ഒറ്റ കാര്യം ആലോചിക്കാം. ഏത് ബഹുഭുജത്തിന്റെ ഇപ്പൊ ഇത് 3 വശമുള്ള, ഇത് 4, ഇത് 5, ഇത് അകത്ത കോൺ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ വശം കൂടുന്നതനുസരിച്ച് 180 ഡിഗ്രി വീതം കൂടും. ഓരോ വശം കൂടുന്നതനുസരിച്ച് 100. അപ്പൊ ത്രികോണത്തിന് 3 വശം. ചതുർഭുജം ഇപ്പൊ 4 ആയി. അപ്പൊ ഒരു വശം കൂടി. അപ്പൊ എന്താ 150 വീണ്ടും ഒരു 150 കൂടി 360. പഞ്ചഭുജം ഇപ്പൊ 5 വശമായി. വീണ്ടും ഒരു 150 കൂടി 540. ഒരു ബഹുഭുജത്തിന്റെ ഓരോ വശം കൂടുന്നതനുസരിച്ച് 180 ഡിഗ്രി വീതം കൂടിക്കൊണ്ടിരിക്കും. 180 ഡിഗ്രി വീതം കൂടിക്കൊണ്ടിരിക്കും. ഇനി ഏതൊരു ബഹുഭുജത്തിന്റെ പുറത്തെ കോണുകളുടെ തുക, എന്ന് പറയുന്നത് 360. എത്ര വശം ഉണ്ടല്ലോ, 3 അല്ല 4 അല്ല 10 അല്ല 1 ലക്ഷം അല്ല 1 കോടി വശം ഉണ്ടെന്ന് പറഞ്ഞാൽ ശരി, പുറത്തെ കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രിയാണ്. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ഒരു ബഹുഭുജം ഒരു വര വരച്ചാൽ ഇവിടുത്തെ കോണുകൾ എന്ന് പറയുന്നത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടും. രണ്ടുകൂടെ കൂട്ടുമ്പോൾ കിട്ടും 180. ഇത്ര എന്ന് വെച്ചാൽ നമ്മളൊരു വരയിൽ ഒരു ലൈൻ വരച്ചാൽ അതിനകത്ത് ആംഗിൾ എന്ന് വെച്ചാൽ 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രി. ഇവിടെ ഒരു ബഹുഭുജത്തിന്റെ അകത്തെ കോണും പുറത്തും ഇപ്പൊ ഇത് ഇത്ര 180 ആണല്ലോ. അപ്പൊ ഇങ്ങനെ വന്നാൽ എന്തുവാ, ഇതൂടെ കൂടെ 180. ഇങ്ങനെ വന്നു, ഇങ്ങനെ വരച്ചു, ഇത് ബഹുഭുജം വരച്ചാൽ ഇങ്ങനെ വരച്ചാലോ, ഇതൂടെ കൂട്ടും. രണ്ടുകൂടെ അപ്പുറം ഇപ്പുറം ഇതും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടും. അല്ലെങ്കിൽ ഇതൂടെ കൂട്ടുമ്പോൾ അപ്പുറം ഇപ്പുറം കൂട്ടുമ്പോൾ 180 കിട്ടണം. എന്ന് വെച്ചാൽ ഇങ്ങനെ വരച്ചാൽ ഇതും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. അപ്പൊ ഇങ്ങനെ വരച്ചാൽ ഇതും കൂടെ കൂടി ഈ അകത്തതും പുറത്തതും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. ഓക്കെ, ഇത് വരച്ചാലോ, ഈ കോണൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? രണ്ടുകൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. ക്ലിയർ ആവുന്നുണ്ട്? ഈ ഒരു ലൈൻ ആയിരിക്കും നിൽക്കുന്നത്, 180 ഡിഗ്രി കിട്ടണം. ഓക്കെ, ഇനി ഇതിന്റെ ഷോർട്ടായിട്ട് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? കാര്യം മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ഇത്രയും വിശദീകരിച്ച് പറയുന്നത്. ഷോർട്ടായിട്ട് ആ പോയിന്റ് മനസ്സിലായി നിങ്ങൾ എളുപ്പം ചെയ്യാൻ പറ്റും. ഏതൊരു ബഹുഭുജത്തിന്റെ അകത്തുള്ള കോണുകൾ തുല്യമാണെങ്കിൽ പുറത്തുള്ള കോണുകൾ തുല്യമായിരിക്കും. മനസ്സിലായോ? രണ്ടുകൂടെ കൂടുമ്പോൾ 180. ഇത് 100 ആണ് എങ്കിൽ, ചുമ്മാ ഉദാഹരണം പറയാം, ഇത് 80 ആയിരിക്കും. ഇത് 100 ആണ്, ഇത് 80 ആയിരിക്കും. അപ്പൊ എന്താ, അകത്തുള്ള എല്ലാം 100 ആണെങ്കിൽ എന്ത് കിട്ടും? പുറത്തുള്ള എല്ലാം 80 വീതമായിരിക്കും. മനസ്സിലായല്ലോ? പുറത്തുള്ള എല്ലാ കോണുകളും എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 80 വീതമായിരിക്കും. ഓക്കെ ആണല്ലോ. അകത്തുള്ള എല്ലാം തുല്യമാണെങ്കിൽ പുറത്തുള്ളതെല്ലാം തുല്യമായിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇത് എത്ര വശമുണ്ട്? 9 വശമുണ്ട്.
അത് സമബഹുഭുജമാണ്. അതുകൊണ്ട് അകത്തെ കോണെല്ലാം തുല്യമായിരിക്കും. കാര്യം എന്താ, 108 ഡിഗ്രി പഞ്ചഭുജത്തിനകത്ത് കോണെല്ലാം തുല്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ പുറത്തെ കോണെല്ലാം തുല്യമായിരിക്കും. പുറത്ത് എത്ര കോണുണ്ട്? അകത്ത് 9 കോണുണ്ടെങ്കിൽ പുറത്ത് 9. എന്നുവെച്ചാൽ 9 വശങ്ങളുണ്ടെങ്കിൽ 9 കോണുണ്ടായിരിക്കും. നിങ്ങൾ നോക്കിയേ, 3 വശം ഉണ്ടെങ്കിൽ 1, 2, 3 കോണുണ്ട്. 4 വശം ഉള്ളപ്പോൾ 1, 2, 3, 4 കോണുണ്ട്. 5 വശം 1, 2, 3, 4, 5. 5 കോണുണ്ടെങ്കിൽ 5 വശമുണ്ട്. ഇപ്പൊ 9 വശം ഉണ്ടെങ്കിൽ 9 കോണുണ്ട്. മനസ്സിലായോ? അപ്പൊ അകത്തെ കോണെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് അകത്തെ കോണും എല്ലാം തുല്യമാണെങ്കിൽ പുറത്തെ കോണും എല്ലാം തുല്യമായിരിക്കും. പുറത്തെ കോണുകളുടെ തുക എപ്പോഴും എത്ര ആയിരിക്കും? 360 ആയിരിക്കും. ഇതാ ഈ പറയാൻ പോകുന്നതാണ് അതിന്റെ മെയിൻ പോയിന്റ്. ഇത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. പുറത്തെ കോണെല്ലാം കൂടുമ്പോൾ 360 കിട്ടും. ഓക്കെയാണ്. എത്ര വശം ഉണ്ടെങ്കിലും 3 അല്ല 5 അല്ല 10 അല്ല 1,00,000 വശം ഉണ്ടെങ്കിലും പുറത്തെ കോണെല്ലാം കൂട്ടുമ്പോൾ 360 കിട്ടത്തുള്ളൂ. അപ്പൊ ഈ 9 വശമുള്ളതിന്റെ പുറത്തെ കോണെല്ലാം കൂടുമ്പോൾ എത്ര കിട്ടും? 360. ഈ ട്രിക്ക് ഉപയോഗിച്ചാൽ മതി. 360. എത്ര വശമുണ്ട്? 9 വശം ഇല്ലയോ? അപ്പൊ 9 തൊട്ടായിരിക്കുക. കാര്യം എന്താ, എല്ലാ വശങ്ങളും തുല്യമാണ്. അപ്പൊ പുറത്തെ കോണെല്ലാം കൂടുമ്പോൾ 360 കിട്ടും. ഇപ്പൊ 9 വശം ഉണ്ടെങ്കിൽ 9നെ 360നെ 9 വെച്ചിരിക്കുക. 4 9 36. അപ്പൊ പുറത്തെ കോൺ 40 ഡിഗ്രിയാണ്. പുറത്തെ കോൺ എത്ര ഡിഗ്രിയാ? 40 ഡിഗ്രിയാണ്. ഓക്കെ ആണല്ലോ. പുറത്തെ ഓരോ കോണും 40. കാര്യം എന്താ, അകത്തെ എല്ലാം തുല്യമാണെങ്കിൽ പുറത്തത് എല്ലാം തുല്യമായിരിക്കും. പുറത്തെ എല്ലാവരുടെ കൂടുമ്പോൾ എത്ര കിട്ടി? ഓരോ കോണും 40 40 40 വെച്ച് കിട്ടി. അകത്തെയും പുറത്തോടെ കൂട്ടുമ്പോൾ വലിയ 180 കിട്ടണമെന്നല്ലേ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അകത്തെയും പുറത്തോടെ കൂട്ടുമ്പോൾ 180 കിട്ടണമെന്നല്ലേ. അപ്പൊ പുറത്തത് 40 ആണെങ്കിൽ അകത്ത് എത്ര ആയിരിക്കും? 180 മൈനസ് 40 സമയത്ത് കിട്ടിയിടോ 140 ഡിഗ്രി കിട്ടും. ഈ പോയിന്റ് പറയാനും വേണ്ടി ഞാൻ ഇത്രയും വിശദീകരിച്ചത്. ഒറ്റ കാര്യം ആലോചിക്കുക, ഏത് ബഹുഭുജത്തിന്റെ പുറത്തെ കോണുകളുടെ തുക 360 ആണ്. ഓക്കെ, അത് സമബഹുഭുജം ആയതുകൊണ്ട് ഓക്കെ 9 വശം ഉള്ളതുകൊണ്ട് 9 കൊണ്ട് ഹരിച്ചപ്പോൾ 40 കിട്ടി. അപ്പൊ പുറത്തെ കോൺ 40 ആണെങ്കിൽ അകത്തെ കോൺ എത്രയാണെന്നറിയാൻ രണ്ടുകൂടെ കൂട്ടുമ്പോൾ 180 കിട്ടണം. 180 40 കുറച്ചാൽ 140 ഡിഗ്രി എന്നുള്ള ഉത്തരം കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ. ഓക്കെ, നമ്മൾ ഇതിന്റെ വിശദമായ ക്ലാസ്സുകൾ എടുത്തു തരുന്നുണ്ടായിരിക്കും. ബഹുഭുജം എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്കൂൾ ടെക്സ്റ്റിനകത്ത് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ബഹുഭുജത്തിനകത്ത് നിന്നൊക്കെ മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് വരാം. ഇന്ന് ബഹുഭുജത്തിനകത്ത് എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് നോക്കിയാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്കോ. ഓക്കെ, 2,8,32. അടുത്ത ഏതാന്ന് വെച്ചിരിക്കുന്നത് നോക്കിയേ. നമ്മളെ വ്യത്യാസമായിട്ട് 8. ഓക്കെ, 8 4 വ്യത്യാസം എത്ര? ഇവിടെ 6 കിട്ടി. എത്ര കിട്ടി? നമുക്ക് രണ്ട് രീതി ചെയ്യാം. എത്ര കിട്ടി? 24 കിട്ടി. ഓക്കെ 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 അങ്ങനെ ചെയ്യണ്ട. അങ്ങനെ ചെയ്യുന്നതിന് ഇച്ചിരി ബെറ്റർ ഇതാണ്. ഇങ്ങനെ ചെയ്താൽ മതി. 2,8,32. ഇച്ചിരി ബെറ്റർ ഇതാണ്. 2നെ 4 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 8 കിട്ടുന്നത്. ഇത് ഇച്ചിരി എളുപ്പം. അല്ലാതെ മറ്റേത് കുറച്ച് ഒരു സ്റ്റെപ്പ് കൂടെ അധികം വരും. അതുകൊണ്ടാണ് ഇച്ചിരി 2നെ 4 കൊണ്ട് ഗുണിക്കുന്നത് 8. അടുത്തത് 8നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 32. അപ്പൊ 2നെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ 8 കിട്ടി. 8നെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ 32 കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി 32 നിങ്ങൾ 4 വെച്ച് ഗുണിച്ചേ. 32 ഗുണിക്കുമ്പോൾ 24 8 24 8 3 12 എത്ര കിട്ടും? 128. സി ഓപ്ഷൻ ആയിരിക്കും ആൻസർ വരുന്നത്. സി ഓപ്ഷൻ ആണ് ആൻസർ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ ഇതിനെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ അടുത്ത നമ്പർ കിട്ടി. അടുത്ത നമ്പറെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ അടുത്ത നമ്പർ കിട്ടി. ആ നമ്പറെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ അടുത്ത നമ്പർ കിട്ടണം. അപ്പൊ നോക്കിയേ, 2നെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ 8 8 4 കൊണ്ട് ഗുണിച്ചപ്പോൾ 32 32 4 കൊണ്ട് ഗുണിച്ചപ്പോൾ 128 എന്നുള്ള ഉത്തരം കിട്ടി. ഓക്കെ ആണല്ലോ. നോക്കിയേ, ഇവിടെ നോക്കിയേ, 1/, ശ്രദ്ധിച്ചോണേ, 1/3.2 1/3.2 ഈക്വൽ ടു 0.3125 3125. ഓക്കെ ആണേ? യെസ്. എങ്കിൽ ക്വസ്റ്റ്യൻ മിസ്സിംഗ് ഉണ്ടോ? ക്വസ്റ്റ്യൻ മിസ്സിംഗ് ഉണ്ട്. ഇങ്ങനെയാണ് എങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് 1/0.032. ഇത് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ മിസ്സിംഗ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ക്വസ്റ്റ്യന് കുറച്ച് മിസ്സിംഗ് ഉണ്ട്. ഓക്കെ, നോക്കട്ടെ. ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ മിസ്സിംഗ് ഉണ്ട്. ഇത് ഏതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്വസ്റ്റ്യനകത്ത് മിസ്സിംഗ് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതെങ്ങനെ കണ്ടുപിടിക്കാം?
1/3.2 എന്ന് 1/3.2 എന്ന് പറയുന്നതാണ് എന്താന്ന് പറയുക 1/3.2 എന്ന് പറയുന്നത് 0.3125 ആയാൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് 1/0.032 എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇതാണ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെയ്യേണ്ട ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യമൊന്നുമില്ല, സിമ്പിൾ ആണ്. ഓക്കെ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾക്കത് കൺവിൻസിങ് ആവുമെന്ന് നോക്കുക, അല്ലെങ്കിൽ നമുക്കിത് വേറെ രീതി ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇത് വെച്ച് വേണമെങ്കിൽ ചെയ്ത് കാണിക്കാം, ഇത് വെച്ച് വേണമെങ്കിലും ചെയ്ത് കാണിക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ഈ ഇതില്ല, ഇവിടെ ഒരു ആൻസർ ഇല്ല എന്ന് വിചാരിച്ചു, ഇവിടെ ആൻസർ ഇല്ലെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതെങ്ങനെ ചെയ്ത് നോക്കാം. 1/32 എന്ന് 1/32 എന്ന്. ഓക്കെ ആണല്ലോ. 1/32 പോയിന്റ് മാറ്റി. ഓക്കെ ആണല്ലോ. ഇതിന്റെ പോയിന്റ് നമ്മൾ മാറ്റുക. ഇത് ഈ സംഭവം ഇല്ലാതാണ് നമ്മൾ ചെയ്യുന്നത്, ഇതില്ലാതെ നമ്മൾ ചെയ്യുക, ഇത് മാത്രമായിട്ട് ചെയ്യുക. ഇത് നമ്മൾ എടുക്കുന്നില്ല, ഇതിനെ എടുത്ത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇത് എടുക്കാതെ നമ്മൾ ചെയ്യുക. ഓക്കെ, 1/0.032ന്റെ ഈ 0 ഇല്ല, സോറി, ഇത് നമ്മൾ പോയിന്റ് ഒഴിവാക്കുക. പോയിന്റ് എങ്ങനെ ഒഴിവാക്കുന്നത്? നമ്മൾ ആദ്യം നമ്പർ എങ്ങനെ എഴുതണം? ആദ്യം 1/32 എന്നങ്ങ് എഴുതണം. എന്നിട്ട് ഈ പോയിന്റ് ഒഴിവാക്കുമ്പോൾ നിങ്ങൾ നോക്കണം, പോയിന്റ് കുറവ് എവിടാന്ന് നോക്കണം. മുകളിലാണോ താഴെയാണോ നോക്കണം. പോയിന്റ് കുറവ് മുകളിലാണ്. എത്ര സ്ഥാനത്തിന്റെ കുറവുണ്ട്? ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 1, 2, 3 ഉണ്ട്. മേളിൽ പോയിന്റേ ഇല്ല. അപ്പൊ കുറവ് മുകളിലുണ്ട്. എത്ര സ്ഥാനത്തിന്റെ? 3 സ്ഥാനം. ഒരു സ്ഥാനത്തിന്റെ കുറവാണെങ്കിൽ നിങ്ങൾ മേളിൽ 1 0 കൊടുക്കുക. 2 സ്ഥാനത്തിന്റെ കുറവാണെങ്കിൽ മേളിൽ 2 0 കൊടുക്കുക. 3 സ്ഥാനത്തിന്റെ കുറവാണെങ്കിൽ മുകളിൽ 3 0 കൊടുക്കുക. അപ്പൊ 3 0 കൊടുത്തു. ഓക്കെ ആണല്ലോ. 3 സ്ഥാനത്തിന്റെ കുറവാണെങ്കിൽ മേളിൽ 3 0 കൊടുത്തു. ഓക്കെ ആണല്ലോ. ഒരു സ്ഥാനത്തിന്റെ കുറവാണെങ്കിൽ 1 0 കൊടുത്തു. 2 സ്ഥാനത്തിന്റെ കുറവാണെങ്കിൽ 2 0 കൊടുക്കണം. 3 സ്ഥാനത്തിന്റെ കുറവാണെങ്കിൽ 3. അപ്പൊ എന്താ? 1000/32. ഈ 1000ത്തെ നിങ്ങൾ 32 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കിയാൽ മതി. 1000ത്തെ 32 കൊണ്ട് ഹരിക്കുക. ഹരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്ന് വെച്ചാൽ 31.25 എന്നുള്ള ഉത്തരം കിട്ടും. 31.25 എന്നുള്ള ഉത്തരം കിട്ടും. നിങ്ങൾ ഹരിച്ചു നോക്കിയാൽ വെച്ചാൽ മതി 1000. അപ്പൊ എന്ന് വെച്ചാൽ ഇത് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റിന് പറഞ്ഞ കണ്ടീഷൻ എടുക്കാതെ ചെയ്യുന്ന കാര്യം പറഞ്ഞു. കണ്ടീഷൻ എടുക്കാതെ 1/3.2 0.3125 എന്ന് പറയുന്ന കണ്ടീഷൻ എടുക്കാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ ഒറ്റ കാര്യം ആലോചിക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഇത് കണ്ടുപിടിക്കേണ്ട ഉത്തരം ഇതാണ്. 1/0.032 എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ പോയിന്റ് നമ്മൾ അങ്ങ് ഒഴിവാക്കിയിട്ട് 1/32 എന്ന് എഴുതുക. പോയിന്റ് കുറവ് എവിടെ? മേളിൽ. 3 സ്ഥാനത്തിന് പോയിന്റ് കൊടുക്കുക. 3 0 കൊടുക്കുക. 1000/32 31.25 എന്ന് കിട്ടാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവർ പറഞ്ഞ കണ്ടീഷൻ കൂടെ വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. ഇവർ പറഞ്ഞ കണ്ടീഷൻ ഇതാണ് പറഞ്ഞേക്കുന്നത്. 1/3.2 3.2 എന്ന് പറയുന്നത് എത്ര? 0.3125 ആയാൽ ഇവിടെ എന്താണ്? 1/0.032 എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ ഇതിനെ ഇവിടുത്തെ പോയിന്റ് അങ്ങ് മാറ്റുക. ഇതിന്റെ പോയിന്റ് മാറ്റുമ്പോൾ നമുക്ക് നോക്കിയേ, മേലെ 1 എഴുതി താഴെ 32 എഴുതി. ഇവിടുത്തെ പോയിന്റ് വരും. പോയിന്റ് കഴിഞ്ഞാൽ എത്ര സ്ഥാനമുണ്ട്? 1 സ്ഥാനമുണ്ട്. ഒരു സ്ഥാനത്തിന് പോയിന്റ് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? കുറവ് എവിടെ? മുകളിലാണ്. മുകളിൽ ഒരു സ്ഥാനം 1 0 കൊടുത്തു. അപ്പൊ ഇതുണ്ട് 10/32. 10/32 തുല്യമായിട്ടുള്ള വിലയാണ് എത്ര? 0.3125 എന്ന് എഴുതി. 10/32 തുല്യമായിട്ടുള്ള വിലയാണ്. ഇതിന്റെ പോയിന്റ് മാറ്റി ഇപ്പുറത്ത് മാത്രമേ ഒന്ന് ചെയ്തോളൂ. തുല്യമായിട്ടുള്ള വിലയാണ് ഈ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് കിട്ടി 3.3125 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. എങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് മാറ്റി, ഇവിടുത്തെ പോയിന്റ് ഒന്ന് മാറ്റാം. ഇവിടുത്തെ പോയിന്റ് മാറ്റാം 1/, ഇവിടുത്തെ പോയിന്റ് മാറ്റാം 32 എഴുതി. എത്ര സ്ഥാനത്തിന്റെ കുറവുണ്ട്? മുകളിൽ 3 സ്ഥാനത്തിന്. അപ്പൊ 3 0 കൊടുത്തു. 1000/32. ഈ 1000/32 എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. 10 × 32 10/32 × 100 എന്ന് എഴുതാം. 10 × 10 10/32 × 100. കാര്യം 1000 എന്ന് വെച്ചാൽ 10 × 100. 10 × 100 അല്ലേ 1000. ഓക്കെ, 10 × 100 ആണ്. ഈ 10/32 വില ഓൾറെഡി അവർ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. 10/32 വില അവർ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 10/32 എന്ന് മാറ്റിയിട്ട് ഈ 10/32 തുല്യമായിട്ടുള്ള വിലയായ 3.3125 ഇൻറ്റു എന്തുണ്ട്? ഇപ്പുറത്തൊരു 100 ഉണ്ട്. ഒരു സംഖ്യയെ 10 വെച്ച് ഗുണിക്കുക, 1 പോയിന്റ് വലത്തേക്ക് മാറ്റുക. 100 കൊണ്ട് ഗുണിക്കുക, 2 പോയിന്റ് വലത്തേക്ക് മാറ്റുക. 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 പോയിന്റ് വലത്തേക്ക് മാറ്റി എന്ത് കിട്ടി? 31.25 എന്ന് കിട്ടും. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ രീതിയിൽ ചെയ്യാം. കാര്യം എന്താ? ഇവിടുത്തെ പോയിന്റ് മാറ്റിയപ്പോൾ 10/32 വിലയാണ് 3.3125.
എങ്കിൽ എത്ര ഉണ്ടോ 1000/32 വില 1000 എന്ത് എഴുതാം 10/32 × 100 10 × 100 ആണ് 1000 അപ്പൊ 10/32 വില താണ്ടി കിടപ്പുണ്ട് അതിവിടെ കൊടുത്തു × 100 10 വെച്ച് ഗുണിക്കാൻ 2 പോയിന്റ് വലത്തേക്ക് മാറ്റി. ഇനി ഇതും കൂടാതെ മൂന്നാമതൊരു ട്രിക്ക് ഉണ്ട് 1/3.2 ഈക്വൽ ടു എന്ത് കിട്ടി 0.3125 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത് നമ്മൾ പറയാം ഒരു കാര്യം തന്നെ പല രീതിയിൽ പറഞ്ഞു തരുമോ അല്ലെ ഒരെണ്ണം പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കുമല്ലോ പല രീതിയിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് പരീക്ഷയിൽ ഇപ്പോൾ ഏതാണോ കൺവിൻസിങ് ആവുന്നത് ആ രീതിയിൽ ചെയ്തോട്ടെന്ന് പറഞ്ഞാൽ ഓക്കെ ആണല്ലോ. അടുത്ത നോക്കിയേ ഇവിടെ പറയാൻ കേട്ടോ 1/0.032 ഇവിടെ നോക്കിയേ ഇവിടെ ഒരു പോയിന്റ് ഉള്ളു അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 0.3125 ഇവിടുത്തെ എന്തുവാ വീണ്ടും ഈ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനോട് ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ 3 കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് 1 2 ഇപ്പൊ ഇവിടെ നേരത്തെ ഇവിടെ ആയിരുന്നു പോയിന്റ് കിടന്നത് ഇവിടെ 2 സ്ഥാനം സമത്തിന് ഇപ്പുറത്ത് ഡിവൈഡഡ് ബൈ 2 സ്ഥാനം പോയിന്റ് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ആൻസർ ചെയ്യുമ്പോൾ ഇതിന്റെ 2 പോയിന്റ് വലത്തോട്ട് അങ്ങ് മാറ്റിയാൽ മതി. ഇവിടെ നോക്കിയാൽ ഇതിനെ സംബന്ധിച്ച് 1/3.2 എന്ന് പറയുന്നത് എത്ര 0.3125 ആണ്. ഓക്കെ ആണ്. ഇനി ഇവിടുത്തെ തന്നിരിക്കുന്നത് എന്തുവാ ഇതിനെക്കാട്ടി ഈ തന്നതിനെക്കാട്ടി 2 സ്ഥാനം കൂടെ ഇപ്പുറത്തോട്ട് മാറിയാണ് ഇവിടെ പോയിന്റ് കിടക്കുന്നത് എങ്കിൽ ഇവിടെ സമത്തിന് അപ്പുറത്ത് കിടക്കുന്നതിന് 2 സ്ഥാനം അപ്പുറത്തോട്ട് മാറ്റിയാൽ മതി. എത്ര കിട്ടി ഇവിടുന്ന് ഇടത്തോട്ട് 2 സ്ഥാനം വന്നെങ്കിൽ റൈറ്റ് സൈഡിൽ വലത്തോട്ട് 2 സ്ഥാനം പോകണം. മനസ്സിലായല്ലോ. അപ്പൊ എത്ര കിട്ടി 31 ഇവിടെ കിടക്കുന്ന ഈ പോയിന്റ് വലത്തേക്ക് 2 സ്ഥാനം മാറ്റുമ്പോൾ 31.25 ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ചെയ്യുക ഇതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ചെയ്യുക. നേരത്തെ പറഞ്ഞ രീതിയാണ് ആദ്യം പറഞ്ഞ ഈ രീതിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതി ചെയ്യാം. ഇത് ഒഴിവാക്കിയിട്ട് എന്താണ് പോയിന്റ് മാറ്റിയിട്ട് മേളിൽ 1000/32 1032 ഹരിക്കുമ്പോൾ 31.25 എന്നുള്ള ഉത്തരം കിട്ടും. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് ആ രീതി ചെയ്തോ. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. യെസ് നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ ഇവിടെ ഇങ്ങനെ തന്നേക്കുന്നത് ഇവിടെ ഒരു വര ഇവിടെ 2 വര ഇവിടെ 3 വര അപ്പൊ ഇവിടെ എന്ത് വരും ഒരു വര ഇങ്ങനെ 2 ഹൊറിസോണ്ടൽ വെർട്ടിക്കലുമായിട്ടാ ലൈൻ വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആകുമ്പോൾ നോക്കിയേ ഇതൊരു വര ഇങ്ങനെ 2 എണ്ണം ഇങ്ങനെ 1 കഴിഞ്ഞാൽ അടുത്ത 2 3 എണ്ണം ഇങ്ങനെ അപ്പോ ഒരെണ്ണം ഇങ്ങനെ അടുത്ത 1 കഴിഞ്ഞാൽ അടുത്ത 2 എണ്ണം ഇങ്ങനെ അടുത്തതാ 3 എണ്ണം അപ്പൊ ഇങ്ങനെ അടുത്ത എന്താ പറയുക 4 എണ്ണം ഇങ്ങനെ ആയിരിക്കണം വരേണ്ടത്. മനസ്സിലായല്ലോ. ഓക്കെ ആണല്ലോ. ഒരു വര ഇങ്ങനെ അടുത്തതിനകത്ത് 2 വര മേളിലോട്ട് അടുത്ത 1 കഴിഞ്ഞാൽ 2 അടുത്ത കഴിഞ്ഞാൽ 3 അടുത്ത കഴിഞ്ഞാൽ 4 അങ്ങനെ പോകുന്നത്. അപ്പൊ ഒരു വര മേളിലോട്ട് 2 വര ഇങ്ങോട്ട് 3 വര ഇങ്ങോട്ട് എത്ര 4 വര ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഇങ്ങനെ ആ രീതിയിലാണ് പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് വെച്ചാൽ ബി ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ യെസ് നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ ഇത് പാഠപുസ്തകത്തിനകത്തുള്ള ക്വസ്റ്റ്യൻ കേട്ടോ പാഠപുസ്തകത്തിനകത്തുള്ള ഉണ്ട്. അപ്പോൾ 25/1/2 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചാപ്റ്റർ എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ആയ വർഗവും വർഗമൂലവും അങ്ങനെ അങ്ങോട്ട് പറയുന്ന ഒരു ചാപ്റ്ററാണ്. 8ാം ക്ലാസ് 1ാം ചാപ്റ്റർ വർഗവും വർഗമൂലത്തിനകത്ത് ക്വസ്റ്റ്യൻ എന്റെ ഓർമ്മ ശരിയാണ് അതിനകത്ത് ക്വസ്റ്റ്യൻ ഇത്. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിയേ 25 1/2 സ്ക്വയർ ഇതാണ് ചോദിക്കുന്നത്. ഇത് 2 രീതി ചെയ്യാം. ഓക്കെ ആണല്ലോ. ഒന്നുകിൽ വർഗവും വർഗമൂലത്തിനകത്ത് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അവരുടെ 3ാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട് എന്താ ഐഡന്റിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്. 8ാം ക്ലാസ്സിൽ ഒന്നാം വർഗവും വർഗമൂലത്തിനകത്ത് കിടപ്പുണ്ട് അല്ലെങ്കിൽ മൂന്നാമത്തിനകത്ത് കിടപ്പുണ്ട്. അവർ A+B ഹോൾ സ്ക്വയർ A-B ഹോൾ സ്ക്വയർ ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് 3ാമത്തെ ചാപ്റ്റർ. അതിനകത്ത് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 2ാമത്തെ ചാപ്റ്റർ അത് ഈക്വൽ ട്രയാങ്കിൾ ആണ് 3ാമത്തിനകത്ത് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് ഇതെങ്ങനെ ചെയ്യാം 1ാമത്തെ രീതി ചെയ്യാം. ഇതെങ്ങനെ ചെയ്യാം ഇത് മിക്സഡ് ഫ്രാക്ഷനാണ്. എന്ത് ചെയ്യണം മിക്സഡ് ഫ്രാക്ഷനെ എന്താണ് ഇംപ്രോപ്പർ ആക്കാൻ ആദ്യം ഇത് ഗുണിച്ചിട്ട് ഇത് കൂട്ടുക ഇത് തമ്മിൽ ഗുണിക്കുക ഇത് കൂട്ടുക 25 × 2 50 50 + 1 51 51/2 ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇത് ഗുണിച്ച് ഇത് കൂട്ടുക 25 × 2 50 50 + 1 51 51/2 എഴുതാം. ഇനി എന്ത് ചെയ്യണം 51ന്റെ സ്ക്വയർ എടുക്കുക അതേപോലെ തന്നെ 2ന്റെ സ്ക്വയർ എടുക്കുക 51ന്റെ സ്ക്വയർ എടുത്ത് 2ന്റെ ഇതിനെക്കാട്ടി ഇച്ചിരിയുടെ നേരത് ആ സ്കൂൾ ടെസ്റ്റിനകത്ത് പറയുന്ന A+B ഹോൾ സ്ക്വയർ ചെയ്യുന്നതായിരിക്കും ഇച്ചിരിയുടെ ബെറ്റർ. ഓക്കെ അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ നോക്കാം 51ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും 1 × 51 ഇല്ലയോ 1 2500 50 ഇല്ലേ 2500 2550 വരുമെന്ന് തോന്നുന്നു. ഓക്കെ അല്ലെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഓക്കെ 1 5 5 50 × 51 ആണ് ആര് വരെ സോറി
ഒരൊന്നൊന്ന്, ഒരു 5 5, ഒരു 5 5, 5 25. ഓക്കെ, 1 10 0 ഇഷ്ടം 1 6 2 2601. ഓക്കെ, 2601 ഡിവൈഡഡ് ബൈ 2. 2601 ഡിവൈഡഡ് ബൈ 2. ഓക്കെ ആണല്ലോ. 2601 2 വെച്ച് ഹരിച്ചാൽ മതി. 2 വെച്ച് ഹരിക്കാം. ഓക്കെ, ഇത് ചെയ്യാതെ ഇതൊക്കെ എളുപ്പമാർഗ്ഗം a + b ഹോൾ സ്ക്വയർ ചെയ്തതാണ്. അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, 2601 2ന്റെ സ്ക്വയർ എത്ര? 4 അല്ലേ? 2ന്റെ സ്ക്വയർ 4. 2ന്റെ സ്ക്വയർ 4. അപ്പോൾ 51ന്റെ സ്ക്വയർ എടുക്കുക. 2ന്റെ സ്ക്വയർ 51ന്റെ സ്ക്വയർ 2601. ഓക്കെ, 2ന്റെ സ്ക്വയർ എത്ര? 4 അല്ലയോ? ഓക്കെ 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 4 വെച്ചിരിക്കാം. 6 4 24, ശിഷ്ടൻ 2, I 4 20. ഓക്കെ, അപ്പൊ ഇവിടെ മേളിൽ 0 കൊടുത്തിട്ട് ഒന്ന് താത്തിറക്കുക. ഓക്കെ ആണല്ലോ. എന്നിട്ട് 650 650 1/4. ഓക്കെ ആണല്ലോ. 650 ശിഷ്ടം 1 ഉണ്ട്. ഇനി മേളിൽ പോയിട്ട് കൊടുത്താൽ ചെയ്യാൻ പറ്റുക. അവിടെ കണക്ക് നിർത്തുക. ഓക്കെ ആണല്ലോ. 650 1/4 നിട്ടു 650 650 1/4 നിട്ടു 650 1/4 ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇത് ഇച്ചിരൂടെ ബെറ്റർ, ഈ പറയുന്നതിനേക്കാൾ ഇച്ചിരൂടെ ബെറ്റർ a + b ഹോൾ സ്ക്വയർ ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നോക്കിയോ. ഓക്കെ, 25 1/2 സ്ക്വയർ ആണല്ലോ. 25 നമുക്ക് എങ്ങനെ എഴുതാം? 25 25 എന്നല്ലേ? 25 നമുക്ക് എങ്ങനെ എഴുതാം? 25 + ½ യുടെ സ്ക്വയർ എന്ന് എഴുതാം. ഇതിപ്പോ ഏത് ഫോമിലായി? a + b ഹോൾ സ്ക്വയർ ആയി. a + b ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്തുവാ? a² + 2ab + b². a² എന്ന് വെച്ചാൽ 25. 25ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു a 25 ഇൻറ്റു b 1/2 പ്ലസ് b². b² എന്ന് വെച്ചാൽ 1/2ന്റെ സ്ക്വയർ. മനസ്സിലായല്ലോ? a + b ഹോൾ സ്ക്വയർ a² + 2ab + b² എന്ന് കിട്ടും. 25ന്റെ സ്ക്വയർ എത്ര? 625 പ്ലസ് ഈ 2 കൂടെ ക്യാൻസൽ ആയപ്പോൾ 25 × 1 25 പ്ലസ് 1ന്റെ സ്ക്വയർ 1 തന്നെ, 2ന്റെ സ്ക്വയർ 4. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4. 625 25യുടെ കുടുംബത്തെട്ടി 650 എന്ന് കിട്ടും. പ്ലസ് 1/4. 650 കാല് കൂട്ടുക. 650 കാല് കൂട്ടുമ്പോൾ 650 എന്നുള്ള ഉത്തരം കിട്ടും. 650. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ. ഓക്കെ, യെസ്, ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. മനസ്സിലായോ? മാത്സ് ആൻഡ് മെറ്റീരിയലിറ്റിയുടെ ക്വസ്റ്റ്യൻ ഇത്രയും. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ 3 4 വേയിൽ 2 വേ 3 വേയിലൊക്കെ പറയുന്നത് കൊണ്ടാണ് അത്രയും ടൈം എടുത്തത്. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഇതിനകത്തുള്ള വലിയ പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. അപ്പൊ അടുത്ത സ്റ്റേജിൽ പോകുന്നവര് ഇതെല്ലാം നോക്കിക്കൊണ്ടൊന്ന് പോയിക്കോണം. അത് മാത്രമല്ല, പാഠപുസ്തകത്തിനകത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ 8ാം ക്ലാസ്സിലെ പുസ്തകം 9ാം ക്ലാസ്സിലെ പുസ്തകമൊക്കെ ഒന്ന് പുതുതായിട്ട് പുസ്തകമൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിനകത്ത് ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് നോക്കിക്കൊണ്ട് വേണം പോയിക്കോളാൻ. ഓക്കെ, അതിനകത്തൊന്നൊക്കെ ക്വസ്റ്റ്യൻ വരും. പ്രത്യേകിച്ച് ആ ബഹുഭുജം എന്ന് പറയുന്ന പാഠത്തിനകത്തൊന്നും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. കുറെ ഇതിനകത്ത് കിടപ്പുണ്ട്. അല്ലെ വർഗവും വർഗ്ഗമൂലം എന്ന് പറയുന്നത്, ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സിനൊക്കെ ഉണ്ട്. അതിനകത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കൊണ്ട് പോയിക്കോണം. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റേജില് ചിലപ്പോ പാഠപുസ്തകത്തിൽ തന്നെ ചോദിക്കണമെന്നില്ല, മാറി ചോദിക്കാം. മറ്റേ അല്ലാതെ നമ്മളെ സാധാരണ ലെവലിലോട്ടൊന്ന് ചോദിക്കാം. എങ്ങനെ ചോദിക്കാം. എല്ലാം നോക്കിക്കൊണ്ട് വേണം പോകാൻ. ഓക്കെ, അപ്പൊ അടുത്ത പരീക്ഷ എഴുതുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. ഓക്കെ, ബൈ.